നമ്മളെപ്പോഴും പറയുന്ന പോലെ നിസ്കരിച്ചാലും നോമ്പ് വെച്ചാലും അള്ള പറയുന്ന പോലെ നല്ല കുട്ടിയായി ജീവിച്ചാലും ഇഷ്ടംപോലെ പൈസ ഇട്ടും അതൊന്നും വിചാരിക്കണ്ട. ഉള്ള പൈസ പോയി എന്ന് വരും. അങ്ങനെ ഉണ്ടാവുക. എല്ലാ ഹലാലും നോക്കി കച്ചവടം ചെയ്താൽ നല്ല ലാഭം ഉണ്ടാവും, അതൊന്നും വിചാരിക്കണ്ട. ചിലപ്പോൾ പഴയ ലാഭം അത്രയും കിട്ടാതെ കച്ചവടം പൊളിഞ്ഞെന്ന് വരും. അതൊന്നും അല്ല വിഷയം. ഹലാല് കൊണ്ട് സമ്പാദിക്കുകയും ഹലാലിൽ പൊരുത്തപ്പെടുകയും ചെയ്യുക, ഇതാണ് അള്ളാഹു നോക്കുന്നത്. ചിലപ്പോൾ അള്ളാഹു ഒന്ന് നോക്കും, ഇവന്റെ ഉള്ളിലിരിപ്പ് എന്താണ്. പൈസ കിട്ടുകയെന്ന് കണ്ടെന്നാൽ ഞാൻ ഹലാൽ തന്നെ മതി, പൈസ പോവുകയെന്ന് കണ്ടാൽ പഴയ വട്ടിപ്പലിശന്റെ ഏർപ്പാട് തുടങ്ങും ചെയ്യും. ഈ മനസ്സവനുണ്ടോ ഇല്ലയോ അള്ളാഹു നോക്കുകയാണ്. നിസ്കാരവും നോമ്പൊക്കെ കൊണ്ടു നടക്കുന്ന സമയത്ത് എത്രയോ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു നിസ്കാരവും ഇബാദത്തും ഒന്നുമില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം ആലോചിച്ച് വരുമ്പോ ചെറുപ്പക്കാരനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ നല്ല കുട്ടിയാണ്, കള്ളൂടില്ല, ചീട്ടലില്ല, നിസ്കാരമില്ല, നോമ്പില്ല, ഒരു കുഴപ്പമില്ല, ഒരു ഏർപ്പാടില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓർക്ക് ഒരു പ്രയാസമില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. നല്ല രീതിയിൽ ജീവിക്കുന്ന നിസ്കാരം നോമ്പും അള്ളാഹുവിനെ സംബന്ധിച്ച് അനുസരണയും ഒക്കെ ഉള്ള ചെറുപ്പക്കാരൻ ഭയങ്കര പരീക്ഷണങ്ങൾ, എന്തെന്നില്ലാത്ത പരീക്ഷണങ്ങൾ. ചെറുപ്പക്കാരെ ശാസ്ത്രമെന്ന് അറിയില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ ജോലി പ്രയാസങ്ങളൊക്കെ അള്ളാഹു പെട്ടെന്ന് പരിഹരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞാൻ അറിയുന്ന ചെറുപ്പക്കാരുണ്ട്, അദ്ദേഹം ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. വളരെ പ്രയാസത്തിലാണ്, വളരെ പ്രയാസത്തിലുള്ള മറ്റൊരാളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ്. ജോലി അന്വേഷിച്ചപ്പോൾ 2, 3, 4 വിസിറ്റൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സങ്കടം പൊട്ടിപ്പോയി, കരഞ്ഞുപോയി. ഒരു ചെറുപ്പക്കാരനാണ്, നല്ല ഹൈലി ക്വാളിഫൈഡ് ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറൊക്കെ പഠിച്ച ആളാണ്. എന്താ ചെയ്യുക, അള്ളാഹു താല ചെറിയൊരു പരീക്ഷണം കൊടുക്കാൻ, വന്ന് കടഞ്ഞെടുക്കാൻ. ഇവൻ ഇതിലൊക്കെ കടന്ന് ഈ കുഴച്ച് മറിയുമ്പോ എന്ത് സംഭവിക്കുന്നുണ്ട് അള്ളാഹു നോക്കാൻ. അള്ളാഹുവിന് വേണ്ടി പരീക്ഷണങ്ങൾ സഹിക്കുന്ന ആളുകളാണ് ഇവര്. അള്ളാഹു താല തളർത്തിക്കളയില്ല. ഒരു ചെറിയ പരീക്ഷണം കൊടുത്തേക്കും. മനസ്സ് എന്താവുന്നുണ്ട്, അള്ളാഹിനെ കൈവടിയുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ, അള്ളാഹു എന്നെ കൈവിട്ടു എന്ന് തോന്നുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. അത് നിങ്ങൾക്ക് തോന്നരുത്. എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. എന്റെ റബ്ബെന്നെ ചെറുതായിട്ടൊന്ന് പരീക്ഷിക്കുകയാണ്. എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ അടിപതറാതെ നിൽക്കട്ടെ. എന്റെ റബ്ബ് തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഞാൻ പട്ടിണി കിടന്നോളാം. എന്റെ റബ്ബിന്റെ തീരുമാനം ഇതാണോ, ഞാൻ സഹിച്ചോളാം. ഈ രീതിയിൽ നമുക്ക് മനസ്സുണ്ടോ ഇല്ലയോ, ഇത് അള്ളാഹു നോക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നല്ലവരായി ജീവിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അതൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത വിഷയം. അത് അള്ളാഹു താല കണക്കാക്കിയ റിസ്ക് പോലെ വരും. കൊടുക്കേണ്ടവർക്ക് അള്ളാഹു കൊടുക്കും, തടയേണ്ടവർക്ക് അള്ളാഹു തടഞ്ഞു വെക്കും. നമ്മൾ ചെയ്യാൻ പറഞ്ഞ പണി നമ്മൾ ചെയ്യുക, ഇതാണ് ഇവിടുത്തെ വിഷയം. ബോട്ടം ലൈൻ അതാണ്. നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു, ഞാൻ അതുപോലെ ജീവിക്കുന്നു. വേറെ ഒരു ലാഭവും പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോ നേരത്തെ പറഞ്ഞ പോലെ നഷ്ടമായിരിക്കും ചിലപ്പോൾ വന്നിരിക്കുക. ദുന്യാവിൽ, ആഖിറത്തിന്റെ വിഷയത്തിലല്ലേ, ദുന്യാവിൽ നഷ്ടമായി തോന്നിയേക്കാം, പക്ഷെ ആഖിറത്തിൽ റിബ്ഹൻ കസീറ, വലിയ ലാഭമാണ്. അള്ളാഹു നമുക്ക് മനക്കരുത്ത് നൽകട്ടെ. തവല്ലത അന്നി ദുനിയ വഖല്ലത ദാതു യദി യാ റസൂലല്ലാഹ്. നബിയെ, എന്നെ കാണുമ്പോൾ ദുന്യാവ് ഓടുക, എന്നെ കാണുമ്പോൾ ഓടുക. എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ. ആ സമയത്താണ് അയ്ന അൻത മിൻ സ്വലാത്തിൽ മലായിക വതസ്ബീഹിൽ ഖലായിഖ് വബിഹാ യുർസഖൂൻ. അല്ലാഹുവിന്റെ മാലാഖമാരുടെ പ്രാർത്ഥന നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ തസ്ബീഹും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതുകൊണ്ടാണല്ലോ അല്ലാഹു റിസ്ക് നൽകുന്നത്. വമാദാ യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ അത്? ഖുൽ, ഞാൻ പഠിപ്പിച്ചു തരാം ഈ പ്രാർത്ഥന, നിങ്ങൾക്ക് റിസ്ക് ലഭിക്കാനുള്ള പ്രാർത്ഥന. ഖുൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു പടച്ചവനെ. അത് നമ്മുടെ നാവ് കൊണ്ട് പറയണം. പറയാൻ നാവ് തന്ന അള്ളാഹു, നമുക്ക് ചിന്തിക്കാൻ ബ്രെയിൻ തന്ന അള്ളാഹു, നമ്മുടെ നാവിനെ ചലിപ്പിക്കാനും സംസാരിക്കാനും കഴിവ് തന്ന അള്ളാഹു, ആ നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന വാക്കുകളിൽ ഏറ്റവും നല്ല വാക്കുകൾ അള്ളാഹുവിന്റെ കലാമും ഈ തസ്ബീഹും തഹ്മീദുകളുമാണ്. സുബ്ഹാനല്ലാഹ്, നീ പരിശുദ്ധനാണല്ലാഹ്, അത് നീ പറയ്, നാവ് കൊണ്ട് പറയ് സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം അസ്തഗ്ഫിറുല്ലാഹ്. ഇത് നിങ്ങൾ പറയണം 100 മറത്തിൻ, 100 പ്രാവശ്യം പറഞ്ഞേക്കണം. മാ ബൈന തുലൂഇൽ ഫജ്രി ഇലാ അൻ തുസല്ലിയ സുബ്ഹ, ഫജ്ർ സ്വാദിഖ് വെളിവായിടം മുതൽ, ഫജ്ർ ആയത് മുതൽ സുബ്ഹ് നിസ്കരിക്കുന്നത് വരെ, സുബ്ഹ് നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയം. നിങ്ങളിത് 100 പ്രാവശ്യം പറഞ്ഞാൽ പറയേണ്ടത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം അസ്തഗ്ഫിറുല്ലാഹ്. അതിന്റെ അർത്ഥം സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തി പറയുന്നു. വബിഹംദിഹി, നിനക്ക് ഞാൻ സ്തുതി പറയുന്നു. അല്ലാഹ്, എല്ലാ ഹംദും നിനക്കുള്ളതാണ്.
സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഒരിക്കലൂടെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ. അൽ അദീം, നീ എത്രയോ മഹോന്നതനാണല്ലോ അല്ലാഹുവേ, നീ അദീമാണ്, അദമത്തുള്ളവനാണ്. നിന്റെ മഹത്വം നിനക്കല്ലാതെ ഒരാൾക്കും അറിയാത്ത വിധം നീ അദീമാണല്ലോ റബ്ബേ. അസ്തഗ്ഫിറുല്ലാഹ്, നിന്നോട് ഞാൻ പാപമോചനം ചോദിക്കുന്നു അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ്, ചെയ്തു പോയ തെറ്റുകളിൽ ഞാൻ ഖേദിക്കുന്നു പടച്ചവനെ. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനെ സുബ്ഹാനല്ലാഹ് പറയുകയും വബിഹംദിഹി, അൽഹംദുലില്ലാഹി എന്ന് അല്ലാഹുവിന് ഹംദ് പറയുകയും ചെയ്തതിന്റെ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ 100 പ്രാവശ്യം സുബഹി വാങ്കിന്റെ ഇടയിൽ സുബഹി വാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പ് 100 തവണ ചൊല്ലിയാൽ നിങ്ങളുടെ മുമ്പിലേക്ക് ദുന്യാവ് വരും, പൈസ വരും. റാഗിമ, വേണ്ടാന്ന് വെച്ചാലും വരും. അതതിന്റെ അർത്ഥം. റാഗിമത്തൻ, ആവശ്യമില്ലല്ലോ എന്നാലും. സ്വാഗിറത്തൻ, വളരെ നിന്ദ്യമായ ഒരു അധ്വാനവും വേണ്ടാത്ത വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ ദുന്യാവ് വരും. വയഖ്ലുഖുല്ലാഹു അസ്സ വജല്ല മിൻ കുല്ലി കലിമ, നിങ്ങൾ ചൊല്ലുന്ന ഓരോ വചനം കാരണം അല്ലാഹു ഒരു മലക്കിനെ നിങ്ങൾക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലാൻ ഏൽപ്പിക്കുകയും ചെയ്യും. യുസബ്ബിഹുല്ലാഹ ഇലാ യൗമിൽ ഖിയാമഹ ലക സവാബു, നിങ്ങൾ ചൊല്ലുന്ന ഓരോ തവണ ദിക്റിനും ഒരു മാലാഖ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുകയും ആ തസ്ബീഹിന്റെ പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു നൽകുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്തഗ്ഫിർ അവരുടെ ദഅവാത്തിൽ ഉദ്ധരിച്ചു. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ഇതിന്റെ വിഷയം എന്താ വെച്ചാൽ പൈസ കിട്ടണവരെ ചൊല്ലി നിർത്തിക്കളയും. അതാണ് പ്രശ്നം. ജോലി പോയവരാ ജോലി കിട്ടണവരെ ചൊല്ലി പിന്നെ നിർത്തി, പിന്നെ വഴിക്കല്ല. ഊര് കിട്ടിയല്ലോ, ഇനിയിപ്പോ എന്താ, ഇനി 1-ാം ക്ലാസ്സിന് വരേണ്ട ആവശ്യമില്ല, സ്വലാത്തിന് വരേണ്ട ആവശ്യമില്ല, കാര്യങ്ങളൊക്കെ നടന്നല്ലോ. അതും അല്ലാഹു തആല പരീക്ഷിക്കുന്നൊരു വിഷയമാണ്. നിങ്ങളിത് കഴിഞ്ഞാൽ തവല്ല, ആവശ്യം കഴിഞ്ഞാൽ പിന്നെ പിന്തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥ ഉണ്ടോ? എന്നാലും അല്ലാഹുവിന്റെ കൂടെയുണ്ടോ? ഇതാണ് ആവശ്യം. നമുക്കറിയാൻ പറ്റുമല്ലോ, അങ്ങനെയല്ലേ പൈസക്കാരായ, പൈസയും സമ്പാദ്യവും കച്ചവടവും അള്ളാഹു ദുന്യാവൊക്കെ കൊടുത്ത ആളുകൾക്ക് എത്രയോ സുഹൃത്തുക്കൾ ഉണ്ടാവും. വേണ്ടാന്ന് വിചാരിച്ചാണ് സുഹൃത്തുക്കൾ വരും. പക്ഷെ ജോലി നഷ്ടപ്പെട്ടാൽ, ഒരു പ്രയാസം സംഭവിച്ചു, കച്ചവടം നഷ്ടത്തിലായി, തകർന്നു, ഒളിഞ്ഞുപോയി, ആരാണോ ആ നേരത്ത് കൂടെ നിൽക്കുന്നത് അവരാണ് യഥാർത്ഥ സുഹൃത്ത്, അല്ലെ? ആ നേരത്ത് ആരാണ് ഒരു കൈ സഹായം ചെയ്യുന്നത് അവരെയാണ് നമുക്ക് ആവശ്യം, അവരെയാണ് നമുക്ക്, അല്ലേ? എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. അതാണ് നമ്മുടെ പ്രയാസങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ, പ്രയാസങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകൾ. ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുകയാണെങ്കിൽ സറായിലും ദറായിലും അല്ലാഹുവിന്റെ ഒപ്പം നിൽക്കണം. നമ്മൾ സറായിലും ദറായിലും പരീക്ഷണങ്ങൾ വരികയാണെങ്കിലും സന്തോഷമുള്ള അവസ്ഥയിലും അല്ലാഹുവിന്റെ കൂടെയാണ്. അല്ലാഹുവിന്റെ ഹംദും സുബ്ഹാനല്ലാഹും ചൊല്ലുന്നത് അത്രയും പ്രതിഫലമുള്ള വിഷയമാണ്. മൻ സബ്ബഹ ദുബ്റ കുല്ലി സ്വലാത്ത് 33, നമ്മളൊക്കെ നിസ്കാരത്തിന്റെ പിറകെ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നവരാണ്. അല്ലാഹു ഇത് നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. 33 തവണ സുബ്ഹാനല്ലാഹ് ഒരാൾ ചൊല്ലിയാൽ, വഹമിദ 33, 33 തവണ അൽഹംദുലില്ലാഹി എന്ന് ചൊല്ലിയാൽ, വകബ്ബറ 33, 33 തവണ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ, വഖതമൽ 100, 100ാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ നുരകളോളം ധാരാളം അവന്റെ പാപങ്ങളുണ്ടെങ്കിലും ആ ചെറുപാപങ്ങളെല്ലാം അല്ലാഹു ഈ ദിക്ർ കൊണ്ട് പൊറുപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുക. ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണിത്. നമ്മളൊക്കെ ചൊല്ലുന്നവരാണ്. അതിന്റെ പുണ്യം നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക. മിഥല സബദിൽ ബഹർ പറഞ്ഞതെന്താണ്? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നു റബ്ബേ. അൽഹംദുലില്ലാഹ്, നിനക്കാണ് റബ്ബേ സ്തുതി.
ഇത് നമ്മൾ ഖൽബിൽ തട്ടി പറയാം. അല്ലാഹു അക്ബർ റബ്ബേ, എല്ലാറ്റിനേക്കാളും വലുത് നീയാണ്, എല്ലാറ്റിനേക്കാളും വലുതും നിന്റെ വിഷയമാണ്, നീയാണും നിന്റെ വിഷയവുമാണ് റബ്ബേ ഏറ്റവും വലുത്. നിനക്കാണ് റബ്ബേ എല്ലാ സ്തുതിയും, എനിക്ക് തന്നതെല്ലാം നീയാണ്, തരാനിരിക്കുന്നവനും നീയാണ്, നീയല്ലാതെ മറ്റാർക്കും തരാൻ കഴിയില്ല പടച്ചവനെ. സുബ്ഹാനല്ലാഹ്, നീ പരിശുദ്ധനാണ് പടച്ചവനെ. ഈ സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും അല്ലാഹുവിന്റെ തഅദീമാണ്, അല്ലാഹുവിനെ പുകഴ്ത്തലാണ്. ശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ ആരംഭത്തിൽ അല്ലാഹു തുടങ്ങി പറയുന്നത് അൽഹംദുലില്ലാഹ്, റബ്ബിനാണ് സ്തുതി എന്നാണ്. ഈ സ്തുതി നമ്മൾ നിരന്തരം നാവിൽ വരേണ്ട സംഗതിയാണ്, എപ്പോഴും അല്ലാഹുവിനെ സ്തുതിക്കുന്നത്. ഹംദ് മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫിൽ യൗമി 100 മറ, ഒരു ദിവസം 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ ഹുജ്ജത അൻഹു ഖതായ, അവന്റെ തെറ്റുകൾ മാപ്പ് ചെയ്യപ്പെടും. വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരകളോളം ധാരാളം തെറ്റുകൾ ഉണ്ടെങ്കിലും അല്ലാഹുവിനത് വിഷയമല്ല, അല്ലാഹു പുറത്തു തരും. പറയേണ്ടത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഇത് അദ്കാറു സ്വബാഹിൽ രാവിലെ ചൊല്ലുന്ന ദിക്റുകളിൽ കാണാൻ കഴിയും. 100 മറ, 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി. 100 പ്രാവശ്യം ചൊല്ലണമെങ്കിൽ 100 മിനിറ്റ് വേണ്ട, വളരെ ചുരുങ്ങിയ സമയം, ഒരു 2-3 മിനിറ്റിന്റെ ഉള്ളിൽ ചൊല്ലി തീർക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ, 100 പ്രാവശ്യം. ഇതിലൊക്കെ കിടക്കുന്നത് ഹംദാണ്. അല്ലാഹുവിന് ഒരു സൃഷ്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്, റബ്ബിന് ഹംദ് ചൊല്ലുന്നത്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഹാമിദീൻ, റബ്ബിന് ഹംദ് ചൊല്ലുന്നവരിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. رفعت الزرقي رضي الله عنه പറയുന്നു, كنا يوما نصلي وراء رسول الله, അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ ഞങ്ങൾ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കി, നബി തങ്ങൾ ഇമാമായി നിൽക്കുക, ബാക്കിൽ മഅ്മൂമായി നിൽക്കുന്ന ആ ഒരു രംഗം ആലോചിച്ച് നോക്കി. ഇമാം നബി തങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. كنا يوما نصلي وراء رسول الله صلى الله عليه وسلم, ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ റുകൂഇൽ നിന്ന് നബി തങ്ങൾ തല ഉയർത്തിയപ്പോൾ قال سمع الله لمن حمد, നബി തങ്ങൾ سمع الله لمن حمد എന്ന് പറയുകയും ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ നിൽക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിന്ന് ഒരാൾ, ഒരു സ്വഹാബി ഇങ്ങനെ പറഞ്ഞു, റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറാ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. നബി തങ്ങൾ പറഞ്ഞു, സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു, ആരൊക്കെയാണോ അല്ലാഹുവിന് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്, റബ്ബിന് ഹംദ് ചൊല്ലുന്നത്, ഇത് അല്ലാഹു കേൾക്കുന്നവനാണ്, അല്ലാഹു കേട്ടിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോ റബ്ബനാ ലക്കൽ ഹംദ്, റബ്ബനാ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സ്തുതി. ചൊല്ലൽ സുന്നത്തുള്ള ദിക്റിൽപ്പെട്ടതാണത്. സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞാൽ റബ്ബനാ ലക്കൽ ഹംദ് മിൽഅസ് സമാവാതി വമിൽഅൽ അർദ് വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ്. ഈ സ്വഹാബി പറഞ്ഞ വാക്ക് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്തൊരു വാക്കാണ്. റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറാ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്, അല്ലാഹുവേ നിനക്കാണ് സ്തുതി. ഹംദൻ കസീറൻ, ഒരുപാട് സ്തുതി റബ്ബേ. ത്വയ്യിബൻ, മനോഹരമായ സ്തുതി. മുബാറകൻ ഫീഹി, ഒരുപാട് വർദ്ധനവും ബറക്കത്തുമുള്ള സ്തുതി നിനക്കാണല്ലാഹ്. പിന്നെന്ന് ഒരു സ്വഹാബി പറയാം, റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മനിൽ മുതകല്ലിം ആനിഫ, ആരാണിപ്പോ ഒരു പ്രത്യേകമായ ദിക്ർ ഇവിടെ ചൊല്ലിയത്, ആരാണ് അയാൾ? അനയാ റസൂലല്ലാഹ്, ഞാനാണ് നബിയെ, ഞാനാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തശ്രീഅ് ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ പേടിപ്പിക്കല്ല. നിങ്ങൾ എന്താ ചെയ്തെന്നറിയോ? എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ആ സ്വഹാബി സ്വന്തമായിട്ട് അള്ളാഹുവിന്റെ ഹംദിൽ ആ സ്വഹാബിക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്ത ചില വാക്കുകൾ നിസ്കാരത്തിൽ പറഞ്ഞതാണ്. ഞങ്ങളുടെ മറുപടി നോക്കണം. അനയാ റസൂലല്ലാഹ്, ഞാനാണ് നബിയെന്ന് പറഞ്ഞപ്പോ ലഖദ് റഅയ്തു ബിൽഅതൻ വസലാസീന മലക്കൻ യബ്തദിറൂനഹാ അയ്യുഹും യക്തുബുഹാ അവ്വലാ.
നിങ്ങളാ പറഞ്ഞ വാക്ക് രേഖപ്പെടുത്തിയെടുക്കാൻ 30ഓളം മലക്കുകളെ ഞാൻ കണ്ടു. ഓരോരുത്തരും ഞാൻ എഴുതി വെക്കട്ടെ എന്ന് 30ഓളം മലക്കുകൾ ആ നന്മ രേഖപ്പെടുത്താൻ മത്സരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയുമായിരുന്നു, അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന ഏറ്റവും നല്ല സൽക്കർമ്മം എന്ന് പറഞ്ഞത് ഹുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വൽബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബാ. ഏറ്റവും വലിയ പ്രതിഫലം ബാഖിയാത്തുസ് സ്വാലിഹാത്തിനുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്താണ്? ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ കഹ്ഫിൽ തന്നെ ചർച്ച വരുന്ന ഒരു ഭാഗമാണത്. നബിതങ്ങൾ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞ ആ വചനത്തിന് തങ്ങൾ കൊടുത്ത അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തങ്ങൾ ഈ ദിക്റിനെ സംബന്ധിച്ച് പറഞ്ഞു, നിങ്ങളതിൽ ഏതുകൊണ്ട് തുടങ്ങിയാലും കുഴപ്പമില്ല, ഇത് മുഴുവൻ നിങ്ങൾ പറയുമെങ്കിൽ ഏതുകൊണ്ട് തുടങ്ങിയാലും കുഴപ്പമില്ല. അതാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെയും ഒരാൾക്ക് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അങ്ങനെയും പറയാം. സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബർ ലാ ബഅസ ബിഅയ്യിഹിമാ ബദഅത്, ഇതിൽ ഏതുകൊണ്ട് തുടങ്ങിയാലും കുഴപ്പമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലൊക്കെ വരുന്ന വാക്കെന്താണെന്നറിയോ? അൽഹംദുലില്ലാഹ്, നിനക്കാണ് അല്ലാഹുവേ സ്തുതി. ഇത് നമ്മുടെ നാവ് കൊണ്ട് വരുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വരാൻ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത് താനേ വരും, നമ്മുടെ പെരുമാറ്റങ്ങളിൽ അത് വരും. അൽഹംദുലില്ലാഹ്, നിനക്കാണ് റബ്ബേ സ്തുതി. നീയാണ് പടച്ചവനെ എനിക്ക് നീ തന്നത്, നീയാണ് ജനിപ്പിച്ചത്, നീയാണ് എന്നെ വളർത്തിയത്, നീയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ അങ്ങനെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ. നമ്മൾ കാണുന്ന പല വിഷയങ്ങളും നോർമൽ ആണല്ലോ, അത് അങ്ങനെ തന്നെയാണല്ലോ, അതിലിപ്പോ എന്താ വിഷയം, അത് അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത് എന്ന രീതിയിൽ സ്ഥിരം നമ്മൾ കാണുന്ന സമയത്ത് ഒരു നിഅമത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണില്ല. നിസ്സാരം നമ്മൾ ശ്വസിക്കുന്നത്. നമ്മൾ എവിടെ ഭൂമിയിൽ യാത്ര ചെയ്യുകയാണെങ്കിലും യാത്ര പോകുമ്പോൾ മിനിമം ഒരു വാട്ടർ ബോട്ടിലോ ഒരു ലഞ്ച് പാക്കോ ഒരു സ്നാക്ക് കിറ്റോ ഒരു ഭക്ഷണം എന്തെങ്കിലും കരുത്. ആരെങ്കിലും ഓക്സിജൻ പാക്കറ്റ് പോവാറുണ്ടോ? ഓക്സിജൻ അവിടെ ഉണ്ടൊരു ധൈര്യത്തിൽ പോവല്ലേ. അതൊരു മിനിറ്റ് കിട്ടാതിരുന്നാൽ മരിച്ചു പോവില്ലേ? ഒരു മിനിറ്റ് ഒക്കെ പിടിച്ചേക്കാൻ കഴിയുള്ളൂ. ഒന്ന് പിടിച്ചു നോക്കി, ശ്വാസം പിടിച്ചു നോക്കി, ഒരു മിനിറ്റ്. ഞാൻ പറയാം, കഴിയൂല. എന്നാൽ എല്ലായിടത്തും ഇസ്ലാമിക് സെന്റർക്ക് ഞാൻ പടച്ചോൻ അതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ ഉണ്ടാവുമല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുണ്ട്. ഫ്ലൈറ്റിൽ പോണില്ലേ നമ്മള്? ഭൂമിന്റെ അണ്ടർഗ്രൗണ്ടിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നില്ലേ? ഭൂമിയിൽ എവിടെ പോയാലും ഓക്സിജൻ സുലഭല്ലേ? ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് അത് തടഞ്ഞു വെക്കാനുള്ള അധികാരം ഉള്ള കൊടുത്തിരുന്നെങ്കിൽ, നമുക്കൊരു മുല്ലപ്പെരിയാർ അങ്ങോട്ട് തിരിച്ചുവിട്ടു എന്ന് പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമാണ്. മുല്ലപ്പെരിയാറൊക്കെ പോട്ടെ, ഓക്സിജൻ തിരിച്ചുവിടുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ഓക്സിജൻ നമ്മൾ തരുക കേരളക്കാർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് അള്ളാഹു ഒരു അധികാരിക്കും അള്ളാഹു കൊടുക്കാത്തൊരു വിഷയം. എന്താണെന്നറിയോ? ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ശ്വാസം കൊണ്ട് പിടിച്ചേക്കാൻ പറ്റും. അത് അള്ളാഹു താല മനുഷ്യന്റെ മിനിമം സർവൈവലിന് അള്ളാഹു കൊടുത്തൊരു വിഷയമാണ്. ഈ ഒരു നിയമത്തിൽ നമ്മൾ ചിന്തിക്കാറില്ല, നമ്മൾ ആലോചിക്കാറില്ലല്ലോ. ബസ് കയറാൻ പഠിച്ചോൻ എന്നുള്ള ഓക്സിജൻ ഉണ്ടോ? നീ പൊയ്ക്കോ, ഒരു പേരും പേടിക്കണ്ട. സീറൂഫിൽ അറോ, നിങ്ങൾ പൊയ്ക്കോളൂ, ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്ത് ഗ്യാരണ്ടിയാണല്ലോ? തൊട്ടുനോക്കിയിട്ട് അറിഞ്ഞിട്ടാണോ പോണത്? അല്ല, നമ്മൾ നടക്കുകയാണല്ലോ എന്റെ ഭൂമിയിൽ. ഇങ്ങനെ ചെറുതും വലുതുമായ നിഅമത്തുകൾ നമ്മൾ ആലോചിക്കാറില്ല. അൽഹംദുലില്ലാഹ്, ആരാണിതൊക്കെ ഇവിടെ സംവിധാനിച്ചു വെച്ചത്? റബ്ബേ, നീയാണ് പടച്ചവനെ. അൽഹംദുലില്ലാഹ്. ഈ നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് ജീവിക്കാനുള്ള നമ്മുടെ സർവൈവലിന് ആവശ്യമായ ഭക്ഷണവും സംവിധാനങ്ങളും ഒക്കെ തന്നതിനപ്പുറം ജീവിക്കാനുള്ള നമ്മുടെ ഉഖ്റവിയായ വഴി, ആഖിറത്തിലേക്ക് നാളെ അള്ളാഹുവിനെ കണ്ടെത്താൻ ചെല്ലാനുള്ള വഴി വിശുദ്ധ ഖുർആൻ നമുക്ക് ഇറക്കി തന്നില്ലേ അള്ളാഹു. അതിനാണ് ഏറ്റവും വലിയ നന്ദി പറയേണ്ടത്. ജീവിച്ചു മരിച്ചുപോയി, പിന്നെ നരകമാണ് നമ്മുടെ ഫൈനൽ അബോർഡ്, നമ്മുടെ ലക്ഷ്യസ്ഥാനമെങ്കിൽ എന്താണതുകൊണ്ട് കാര്യം? ജീവിച്ചു, പിന്നെ റബ്ബിനെ കണ്ടെത്താൻ പോവുകയാണ്, അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. ആ യാത്രക്കുള്ള വഴി അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാമിലൂടെ നമുക്ക് റബ്ബിലേക്ക് എത്താൻ സാധിക്കുന്നു. അല്ലാഹുവേ, നീ ആ കലാം ഞങ്ങൾക്ക് ഇറക്കി തന്നതിന് നിനക്കാണ് റബ്ബേ ഏറ്റവും വലിയ സ്തുതി എന്ന് അല്ലാഹുവിനെ ഹംദ് പറയാനാ ഈ സൂറത്തിന്റെ ആരംഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്. അൽഹംദുലില്ലാഹ് الذي أنزل على عبده الكتاب ولم يجعل له عوجا. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഖുർആൻ ഇറക്കി തന്ന അല്ലാഹുവേ, നിനക്കാണ് സ്തുതി.
സ്തുതി പറയാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും മഹാമിദില്ല. ഹംദിന്റെ അർഹൻ അല്ലാഹു മാത്രമാണ്. മനുഷ്യനോട് പറയുന്ന നന്ദി പോലും അവസാനം എത്തിച്ചേരേണ്ടത് അല്ലാഹുവിലേക്കാണ്. അൽഹംദുലില്ലാഹ്. ഇതെപ്പോഴും പറയുന്ന ആളുകൾ. ബൈത്തുൽ ഹംദ് എന്നൊരു വീട് ചില ആളുകൾക്ക് അല്ലാഹു എടുത്തു കൊടുക്കുന്നതാണ്. അവരെ സംബന്ധിച്ച് പറഞ്ഞത്, ചിലരുടെ മക്കളെ അല്ലാഹു മരിപ്പിച്ചു കളയുമ്പോൾ, മക്കൾ മരിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്കൊരു വലിയ വിഷമമാണ്, വലിയ സങ്കടം ഉണ്ടായിരിക്കും, വലിയ വിഷമമായിരിക്കും. ആരും അത് ആഗ്രഹിക്കാത്ത സംഗതിയാണ് മക്കൾ മരിച്ചു പോവുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു കുഞ്ഞിനെ അല്ലാഹു കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. മക്കളോടൊക്കെ വല്ലാതൊക്കെ സ്നേഹം കാണിക്കുമ്പോഴേ നമ്മളൊന്നിങ്ങനെ മനസ്സുകൊണ്ട് പറയണം, നമ്മൾ ഇങ്ങനെ സ്നേഹിക്കുന്ന ഈ മക്കളങ്ങ് മരിച്ചുപോയാൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമോ? അല്ലാഹു തന്നു, അല്ലാഹു കൊണ്ടുപോയി. മനുഷ്യൻ സ്നേഹമുണ്ട്. വൽ ഐനു തദ്മ, കണ്ണിന് കരച്ചിൽ വരും, ഖൽബിന് തേങ്ങൽ വരും. പക്ഷേ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന, നമ്മുടെ റബ്ബ് ഇഷ്ടപ്പെടുന്നതല്ലാതെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയൂല. ഇതാണ് മുഅ്മിനിന്റെ നിലപാട്. കണ്ണ് കരയും, ഖൽബ് വേദനിക്കും, പക്ഷെ നാവ് കൊണ്ട് പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമുള്ളതേ പറയുള്ളൂ. അല്ലാഹു തആല ഒരു മനുഷ്യന്റെ കുഞ്ഞിനെ പിടിക്കുകയും അല്ലാഹു മരിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്തു എന്ന് വിചാരിക്കാൻ, അഖബൽതും ഫിൽദത കബിദിഹി, അല്ലാഹു മലക്കുകളോട് ചോദിക്കാൻ, ആ മനുഷ്യന്റെ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ പിടിച്ചോ? അതേ റബ്ബേ, നിന്റെ തീരുമാനം അതായിരുന്നുവല്ലോ. മാദാ ഖാല അബ്ദി, എന്റെ അടിമ എന്താണ് പറഞ്ഞത്? ആ കുട്ടിന്റെ വാപ്പയും ഉമ്മയും എന്തു പറഞ്ഞു? കുഞ്ഞ് മരിച്ചപ്പോ എന്തു പറഞ്ഞു? ഹമിദക വസ്തർജഅക, ഹമിദക വസ്തർജഅ. അവർ പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിനക്ക് ഹംദ് ചൊല്ലി, ഇസ്തിർജാ ചൊല്ലി. ഇസ്തിർജാ എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അതിനാണ് അറബിയിൽ ഇസ്തിർജാ എന്ന് പറയാ. ഹമിദക വസ്തർജഅ, അൽഹംദുലില്ലാഹ്. എന്ത് കൊണ്ടുപോയാലും തന്നാലും അല്ലാഹുവേ നിനക്കാണ് സ്തുതി. എന്താണെന്നറിയോ? ഈ കൊണ്ടുപോയാൽ ആ കുഞ്ഞാണ് ക്ഷമിക്കുന്ന മാതാപിതാക്കൾക്ക് നാളെ സ്വർഗത്തിന്റെ വാതിൽക്കൽ ചെന്ന് വാപ്പ ഇങ്ങോട്ട് വരിൻ, ഉമ്മ ഇങ്ങോട്ട് വരിൻ എന്ന് ഉമ്മയെയും വാപ്പയെയും വിളിക്കാൻ പോകുന്ന അല്ലാഹുമ്മ ജഅൽഹു ദുഖറൻ ലിഅബവൈഹി വഇദതൻ വഅതിബാറ. പടച്ചവനെ, ഈ കുഞ്ഞിനെ നാളെ മാതാപിതാക്കൾക്ക് സ്വീകരിക്കാനുള്ള കുഞ്ഞാക്കി കൊടുക്കണമേ. നമ്മൾ അങ്ങനെയാ മയ്യിത്ത് നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നത്. ആ കുഞ്ഞ് മരിച്ചുപോയില്ലായിരുന്നുവെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് ഈ മഹത്വം കിട്ടില്ല. അല്ലാഹു എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി, പക്ഷേ ഞാൻ ക്ഷമിക്കുകയാണ്. ഞാൻ ക്ഷമിച്ചാൽ ഈ കുഞ്ഞ് നാളെ എനിക്ക് സ്വർഗം കടക്കാനുള്ള കാരണക്കാരനാണ്. അല്ലെങ്കിൽ കുഞ്ഞു കാരണം എനിക്ക് അല്ലാഹു സ്വർഗം തരും. അതുകൊണ്ട് അല്ലാഹുവേ, ഈ മുസീബത്തിന്റെ ഉള്ളിലും നീ എനിക്ക് നന്മ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി പടച്ചവനെ. പക്ഷേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ അല്ലാഹുള്ളവരാണ്, നമ്മൾ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. ഇത് പറഞ്ഞാൽ ഇബ്നു ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഈ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ഒരു വീട് നിങ്ങൾ പണിതു കൊടുക്കണം. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ് എന്ന് നിങ്ങൾ ആ വീടിന്റെ പേര് വെക്കണം എന്ന് അല്ലാഹു മലക്കുകളോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൈത്തുൽ ഹംദ്, ഇത് അൽഹംദുലില്ലാ ചൊല്ലിയത് കൊണ്ട് കിട്ടിയ വീടാണ്. മക്കളെ കൊണ്ടുപോയപ്പോഴും പറഞ്ഞില്ലേ അൽഹംദുലില്ലാ എന്ന്. ഉമ്മ മരിച്ചാലും വാപ്പ മരിച്ചാലും ഒക്കെ സങ്കടം ഉണ്ടാവും. പക്ഷെ മക്കൾ മരിക്കുമ്പോൾ അതിലേറെയായിരിക്കും സങ്കടം. മക്കൾ മരിക്കുമ്പോൾ ആ ഒരു ബന്ധം അല്ലാഹു അങ്ങനെയാണ് മാതാപിതാക്കളുടെ കൽബിലേക്ക് തരുന്നത്. അള്ളാഹുവിന്റെ ഏത് തീരുമാനവും, അള്ളാഹുവിന്റെ ഏത് ഖദാവും അത് വരുന്ന സമയത്ത് അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സിന്റെ ഉറപ്പ്, ഒരു കരുത്ത് അള്ളാഹു നമുക്ക് തരട്ടെ. ഇതൊന്നും മക്കളോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ മക്കളെ സ്നേഹിക്കേണ്ട അതൊന്നുമല്ല ഇതിനകത്ത്. അവർ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും സ്നേഹം മനസ്സിൽ വരും. നമുക്കവരോട് മാനസികമായ വളരെ അടുപ്പം അള്ളാഹു നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ വെക്കുന്ന സംഗതികളാണ്. പക്ഷേ അള്ളാഹു കൊണ്ടുപോയാൽ അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇത് പറയാനുള്ള ഒരു സന്നദ്ധതയിൽ നമ്മൾ ജീവിക്കാം. പ്രത്യേകിച്ച് മക്കളൊക്കെ ഇല്ലാതെ വിഷമിച്ച് പിന്നീട് അള്ളാഹു ഒരു കുഞ്ഞിനെ കൊടുത്തു, ആ കുഞ്ഞങ്ങ് മരിച്ചു എന്ന് വിചാരിക്കുക. ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത് പടച്ചോനെ, അങ്ങനെയൊക്കെയല്ലേ പറയാൻ പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ചു. എന്തിനാ ഞാൻ ജീവിക്കേണ്ടത്, എന്റെ കുഞ്ഞ് പോയില്ലേ, ഇനി എന്തിനാ ജീവിതം, എനിക്കിനി ഒന്നും വേണ്ട, ഞാൻ മരിക്കുകയാണ് എന്നൊക്കെ ഒന്നും പറയാൻ പാടില്ല. അള്ളാഹുവേ,
ലില്ലാഹി മാ അഅ്താ വലില്ലാഹി മാ അഖദ്. നൽകിയത് അല്ലാഹുവാണ്, കൊണ്ടുപോകുന്നത് അല്ലാഹുവാണ്. തന്നതിന് അൽഹംദുലില്ലാഹ്, കൊണ്ടുപോയതിനും അൽഹംദുലില്ലാഹ്. ഇത് മുഅ്മിനിന്റെ മനസ്സാണ്. ഇങ്ങനെയായാൽ ലോകത്ത് ഏത് ട്രാജഡിയും ഒരു മുസ്ലിമിന് അതിജീവിക്കാൻ കഴിയും. ഏത് ട്രാജഡിയും ഏത് വിഷമവും നമുക്ക് അതിജീവിക്കാൻ കഴിയും. അൽഹംദുലില്ലാഹ്. ഏത് മുസീബത്ത് വരുമ്പോഴും, മുസീബത്ത് വന്ന സമയത്ത് പോലും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ബൈത്തുൽ ഹംദ് എന്ന പേരുള്ള വീട് അല്ലാഹു തആല കൊടുക്കുന്നത് സ്വർഗ്ഗലോകത്ത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല അങ്ങനെ മക്കൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾക്കൊക്കെ അല്ലാഹു ബൈത്തുൽ ഹംദ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ബൈത്തുൽ ഹംദ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. هي خير من الدنيا وما فيها. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ലഅൻ നഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി അശംസ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ഞാൻ പറയലാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മിമ്മാ ത്വലഅത്തി ശംസ്, സൂര്യൻ ഏതിന്റെ മീതെയെല്ലാം ഉദിക്കുന്നുണ്ടോ അതിനേക്കാളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ അതിനേക്കാളെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതിൽ ഹംദുണ്ട്, സുബ്ഹാനല്ലാഹുണ്ട്. സുബ്ഹാനല്ലാഹ്, നിന്നെ വാഴ്ത്തുന്നു റബ്ബേ. വൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി പറയുന്നു അല്ലാഹ്. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായി സ്രഷ്ടാവായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അല്ലാഹു അക്ബർ, അവനാണ്, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ഇത് പറയലാണ് ഈ ദുനിയാവിലെ എല്ലാറ്റിനേക്കാളും ഖൈർ. അല്ലാഹു ആ ദിക്റുകളൊക്കെ പതിവാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബ്. ഒന്ന് ചൊല്ലി നോക്ക്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്ത് മനോഹരായിരിക്കും നമ്മുടെ കുട്ടികളും ചെറുപ്പക്കാരൊക്കെ ഈ പാട്ടും പാടി നടക്കുന്ന നേരത്തൊക്കെ ഒരു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മക്കളുടെ നാവിലൊക്കെ അനാവശ്യമായ പാട്ടും അതൊക്കെ വരുന്നതിനൊക്കെ പകരം ഇതുപോലെ ദിക്റുകൾ വന്നാൽ എന്ത് മനോഹരായിരിക്കും, എന്ത് ബറക്കത്തായിരിക്കും. മനസ്സിന് വല്ലാത്ത സന്തോഷം അല്ലാഹു തരും. ഈ സന്തോഷം കിട്ടണമെങ്കിൽ ഇതേ വഴിയുള്ളൂ, വേറൊരു വഴിയിലും കിട്ടൂല. സന്തോഷം എങ്ങനെ എവിടെ തേടി നടന്നാലും അവസാനം അലാ ബിദിക്രില്ല, അല്ലാഹുവിന്റെ സ്മരണയിലൂടെ കിട്ടുള്ളൂ. അല്ലാഹു നമുക്കത് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഖുർആൻ നൽകിയവനായ റബ്ബേ, നിനക്കാണ് അല്ലാഹുവേ സ്തുതി, നിനക്കാണ് സ്തുതി. ഖുർആൻ നൽകിയതിന്റെ പേരിലാണ് സ്തുതി. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അനുഭവം നമ്മുടെ ഇമാമികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. റഅയ്തുല്ലാഹ അസ്സ വജല്ല ഫിൽ മനാം. അല്ലാഹുവിനെ സ്വപ്നത്തിൽ കണ്ട മഹാനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അങ്ങനെ വളരെ അപൂർവം സംഭവങ്ങളെ നമ്മുടെ കിതാബുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളൂ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഹംബലി മദ്ഹബിന്റെ ഇമാം, 7 ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാഠമാക്കി എന്ന് ചരിത്രം പറഞ്ഞ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ചില റിവായത്തിൽ 10 ലക്ഷം എന്ന്. ഇമാമുന ശാഫിഈ തങ്ങൾ 10 ലക്ഷം ഹദീസ് മനഃപ്പാഠം ഉണ്ടായിരുന്നു. അതിന്റെ സനദോടുകൂടെ മത്നോടുകൂടെ അതിന്റെ റാവികളൊക്കെ മനസ്സിലാക്കിയിട്ട് 10 ലക്ഷം ഹദീസ്. നമുക്ക് ഒറ്റ ഹദീസ് ഉദ്ധരിക്കാൻ പറ്റുമോ? ഒരൊറ്റ ഹദീസ് അതിന്റെ സനദോടുകൂടെ മത്നോട് 10 എണ്ണം കഴിയുമോ? 100 എണ്ണം കഴിയുമോ? നമ്മളൊക്കെ വളരെ ദഈഫീങ്ങളാണ്, വളരെ ദുർബലന്മാരാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അനുഭവം പറഞ്ഞിട്ടുണ്ട്. റഅയ്തുല്ലാഹ അസ്സ വജല്ല ഫിൽ മനാം. എനിക്ക് അല്ലാഹുവിനെ ഞാൻ സ്വപ്നം കണ്ടു. അല്ലാഹുവിനെ സ്വപ്നത്തിൽ കണ്ടു. വൽ കൈഫ മജ്ഹൂൽ, എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. എങ്ങനെയാണ് റബ്ബിനെ എങ്ങനെ കണ്ടു അറിയില്ല, പക്ഷെ അല്ലാഹുവിനെയാണ് കണ്ടത്. ഇത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ആലിമീങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചത്. ഏതെങ്കിലും ഒരാൾ അല്ലാഹുവിനെ കണ്ടു, വേറെ എന്തെങ്കിലും കണ്ടു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കൂല. ഇവര് സാക്ഷി പറയാൻ, സാക്ഷിത്വം സ്വീകരിക്കപ്പെടാൻ ഏറ്റവും അർഹർ
മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു, യാ റബ്ബ് മാ അഫ്ളലു മാ തുഖർരിബു ബിഹിൽ മുതഖർരിബീന ഇലൈക, അല്ലാഹുവേ നീ ഏത് കർമ്മം ചെയ്യുമ്പോഴാണ് നിന്റെ അരികത്തേക്ക് വിളിക്കുന്നത്? എങ്ങനെയാണ് നിന്റെ അരികത്തേക്ക് അടുക്കാൻ പറ്റുന്നത് റബ്ബേ? നിന്റെ അരികത്തേക്ക് എങ്ങനെ വരാൻ പറ്റും പടച്ചവനെ? ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു എന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഖാല ബികലാമി യാ അഹ്മദു, അഹ്മദേ എന്റെ കലാം കൊണ്ട് നിങ്ങൾക്ക് എന്നിലേക്ക് അടുക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഇനി ഒരു മറുപടി വരുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ബാക്കിയൂടെ പറയാനുണ്ട്. ചിലർ പറയും, ഖുർആൻ അർത്ഥം അറിയാതെ ഓതിട്ട് ഒരു കാര്യമില്ലല്ലോ, അവിടെ നമുക്ക് പരിഭാഷ എങ്ങനെ വായിച്ചിരിക്കുക ഖുർആൻ ഓതുന്ന നേരം കൊണ്ട്? അതല്ല അർത്ഥം കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ അർത്ഥം അറിയാതെ നമ്മൾ ഈ അറബിയൊന്നും തിരിയാതെ ഈ ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടി കൂടെ. ഖുർആൻ അർത്ഥം അറിഞ്ഞോതിയാലും അർത്ഥം അറിയാതെ ഓതിയാലും കൂലി കിട്ടും. ഒരു ഹർഫിന് 10 ഹസനത്ത്, ഒരു ഹർഫിന് 10 നന്മ എന്ന പ്രതിഫലം അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും കിട്ടും. അർത്ഥം അറിഞ്ഞാൽ അതിന്റെ പ്രതിഫലം കൂടുമെന്നാണ് ഖുർആന്റെ പ്രത്യേകത. അതാണ്. അപ്പോ അഹ്മദ് റളിയല്ലാഹു അൻഹു ഫഖുൽതു യാ റബ്ബി ബിഫഹ്മിൻ ഔ ബിഗൈരി ഫഹ്മിൻ, അർത്ഥം അറിഞ്ഞിട്ടും അറിയാതെയും എങ്ങനെ ഓതിയാനാണ് റബ്ബേ നിന്നിലേക്ക് അടുക്കാൻ പറ്റുന്നത്? നീ എങ്ങനെയാണ് നിന്നിലേക്ക് ആളുകളെ അടുപ്പിക്കുന്നത്? ഖാല ബിഫഹ്മിൻ വബിഗൈരി ഫഹ്മിൻ, അർത്ഥമറിഞ്ഞിട്ടും അറിയാതെ ഓതിയാലും എന്റെ വചനം ഓതുന്നത് എന്നിലേക്ക് അടുക്കാനുള്ള കാരണമാണ് അഹ്മദേ എന്ന് അള്ളാഹു എന്നോട് പറഞ്ഞുവെന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു താൻ കണ്ട ഒരു സ്വപ്നം വിവരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇമാമിയങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തി. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനായ മുഹമ്മദ് ബിൻ കഅബിൽ ഖുറളി തങ്ങൾ പറയുമായിരുന്നു, ഇദാ സമിഅ അന്നാസുൽ ഖുർആന മിനല്ലാഹി അസ്സ വജല്ല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു ഖുർആൻ ഓതാൻ പോകുന്നുണ്ട്. അവന്റെ വചനം അല്ലാഹു ഓതിത്തരാൻ പോകുന്നുണ്ട് മുഅ്മിനീങ്ങൾക്ക്. ആ അല്ലാഹുവിന്റെ ഖുർആൻ റബ്ബ് ഓതിത്തരുന്നത് കേട്ടുകഴിഞ്ഞാൽ ഫകഅന്നഹും ലം യസ്മഊഹു ഖത്തു, ജീവിതത്തിൽ ഒരിക്കലും അത്രക്ക് മധുരമുള്ള ഒരു സംഗതി കേട്ടിട്ടില്ലാത്ത പോലെ, അത്രയും മനോഹരമായി അള്ളാഹുവിന്റെ വചനങ്ങൾ അള്ളാഹു തആല തന്നെ ഓതി കേൾപ്പിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് കേട്ട ആശയങ്ങളാണ് താബിഈങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്നൽ ബൈതല്ലദീ യുത്ലാ ഫീഹിൽ ഖുർആനു ഇത്തസഅ ബിഅഹ്ലിഹി വകസുറ ഖൈറു വഹദറതുഹുൽ മലായിക വഖറജത് മിൻഹു ശയാതീൻ. മഹാനായ ഹബീബിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ നിഴല് പോലെ അനുഗമിച്ച് ഇൽമ പഠിച്ചെടുത്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇന്നൽ ബൈത്ത്, ഏതെങ്കിലും ഒരു വീട്, യുത്ലാ ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവിടെ ഓതപ്പെട്ടു കഴിഞ്ഞാൽ ഇത്തസഅ ബിഅഹ്ലിഹി, ആ വീടിന് വികാസമുണ്ടാകും. ആ വീട്ടിലൊരു വികാസം ഉണ്ടാകും വീട്ടിൽ ഖുർആൻ ഓതുമ്പോ. വകസുറ ഖൈറുഹു, ആ വീട്ടിലെ നന്മകൾ വർദ്ധിക്കും. വഹദറതുഹുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ സന്നിഹിതരാകും. വഖറജത് മിൻഹു ശയാതീൻ, പിശാചുക്കളൊക്കെ അവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. വീട് ചെറുതാണെങ്കിലും ആ വീട്ടിൽ വിശാലത ഉണ്ടാവും. ചിലപ്പോൾ ചില അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോന്ന് അറിയില്ല, എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മനസ്സിന് ഒരു തരം ഒരു ഇടുക്കം തോന്നാറുണ്ട് ചില സമയങ്ങളിലൊക്കെ. നല്ല വീടായിരിക്കും, വിശാലമായ വീട്, സൗകര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ കയറി ചെല്ലുമ്പോൾ എന്തോ ഒരു സങ്കുചിതത്വം വരുന്ന പോലെ, എന്തോ ഒരു വിശാലത കുറവ് അതിന്റെ ഉള്ളിൽ എവിടെയോ ഉള്ളതുപോലെ മനസ്സിൽ അനുഭവിക്കാൻ കഴിയും. ഒരു കാരണം ചിലപ്പോൾ പലിശ കൊണ്ടുണ്ടാക്കിയ വീടായിരിക്കും, ഒന്നുകൊണ്ടാണ് ലോൺ എടുത്തിട്ട് പലിശക്ക് എടുത്ത വീടായിരിക്കും, ഒന്നുകിൽ അതായിരിക്കണം എന്നാണ്. അതല്ലെങ്കിൽ ശുദ്ധ ഖുർആൻ ഓതപ്പെടാത്ത അവസ്ഥയിൽ അള്ളാഹുവിന്റെ കലാമോടെ ഓതപ്പെടാം. അവിടെ ആകെ സിനിമ സീരിയലിൽ ഒച്ചപ്പാടെ കേൾക്കാറുള്ളൂ, ഒരാളും ഖുർആൻ ഓതൽ കേൾക്കാറില്ല. അങ്ങനത്തെ വീടുകളാവാം. വീടിന്റെ ഉള്ളിൽ സങ്കുചിതത്വം വരുന്ന എന്നാൽ വളരെ ചെറിയ വീടുകൾ കാണും, വളരെ കൊച്ചു വീടുകളാണ്, വളരെ ചെറിയ സൗകര്യങ്ങളുള്ള വീടുകൾ, വളരെ സ്നേഹത്തോടുകൂടെ അതിഥികളെ ക്ഷണിച്ചു വരുത്തുന്ന ആളുകളുണ്ട്. വീടൊന്നും സൗകര്യമൊന്നുമില്ല, എന്നാലും വിഷയമല്ല, മനസ്സിലുള്ള സ്നേഹവും അടുപ്പവും ആ ഒരു ബന്ധത്തിന്റെ പേരിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും. പക്ഷെ അവിടെ ചെന്ന റാഹത്താണ്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല, വലിയ സോഫകളോ കൗച്ചുകളോ ഒന്നുമില്ല, പക്ഷേ എനിക്ക് എന്തോ ഒരു റാഹത്ത് തോന്നുന്നുണ്ട്. എന്തെന്നറിയോ? അവരും അള്ളാഹും തമ്മിലുള്ള ബന്ധം വളരെ മനോഹരമാണ്. ആ വീട്ടിൽ വിശുദ്ധ ഖുർആൻ ഓതപ്പെടുന്നുണ്ട്, ആ വീട്ടുകാർ ഖുർആൻ ഓതുന്നവരാണ്. അപ്പൊ അള്ളാഹു അവിടെ ഒരു വിശാലത കൊടുക്കുന്നതാണ്. നമുക്ക് അത്രയും വേണ്ടു. വിശാലമായ വീടുകളുണ്ട്, പക്ഷെ മനസ്സുകൊണ്ട് സങ്കുചിതമാവുകയാണെങ്കിൽ എന്താ അതുകൊണ്ട് കാര്യം?
എത്രയോ വലിയ വലിയ വീടുകൾ, പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ ഇടുങ്ങിയിട്ടാ ജീവിക്കുന്നത്. വല്ല റാഹത്തും ഉണ്ടാവോ? ഇല്ല. നേരെ മറിച്ച് ചുമരുകളൊക്കെ വളരെ അടുത്തതാണ്, വളരെ നാരോ ആണ്, പക്ഷേ മനസ്സിനുള്ളിൽ വിശാലതയുണ്ട്. ഒരു വീടിന്റെ വിശാലത ലഭിക്കുന്നത് ആ വീട്ടിൽ ഖുർആൻ ഓതപ്പെടുമ്പോഴാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത് പറയുന്ന വിഷയങ്ങളാണ്. പക്ഷെ ഹദീസ് അല്ല, പക്ഷെ നബിയിൽ നിന്ന് പഠിക്കുന്ന ആശയങ്ങളാണ് ഇതൊക്കെ. ഇത്തസഅ ബി അഹ്ലി വകസറ ഖൈറു, അവിടുത്തെ നന്മകൾ വർദ്ധിക്കും. വഹദറതുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ ആസന്നരാകും. വഖറജത് മിൻഹു ശയാതീൻ, സർവ്വ പിശാചുക്കളും അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്യും. ഖുർആൻ ഓതപ്പെടുന്ന വീടാണ്. നമുക്ക് ചിലപ്പോ ചില MP3കളൊക്കെ, ഖുർആനിന്റെ MP3 വീടുകളിലൊക്കെ വളരെ ചെറിയ സൗണ്ടിലൊക്കെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഖുർആൻ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ജോലി ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ അനാദരവായിട്ട് ചെയ്യരുത്. അതായത് ഖുർആൻ ഇങ്ങനെ പ്ലേ ചെയ്യുന്നു, നമ്മളങ്ങനെ ഉറക്ക വർത്തമാനം പറയുന്നു, അത് ചെയ്യാൻ പാടില്ല. ഖുർആനോട് ചെയ്യുന്ന അനാദരവാണ്. നാട്ടിലൊക്കെ നല്ല വാദന്റെ മുമ്പ് നല്ല എന്ത് ചെയ്യും, നല്ല ഖുർആൻ അങ്ങാടിയിൽ ആൾക്കാരെങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാം, കമ്മിറ്റിക്കാരിപ്പുറത്ത് വേറെ ഒച്ചപ്പാടുണ്ടാക്കാം. ഖുർആൻ അങ്ങനെ ഓതുന്നു, അത് ചെയ്യാൻ പാടില്ല. ഖുർആൻ ഓതുമ്പോൾ അൻഷത്തു, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നേരെ മറിച്ച് ഖുർആൻ അവിടെ നമ്മൾ പ്ലേ ചെയ്യുന്നു, നമ്മൾ അവിടെ നമ്മുടെ ജോലിയിലാണ്, വീട്ടുകാർ അവര് അടുക്കളയിൽ ഉമ്മമാരവരുടെ കിച്ചണിലെ വർക്ക് ചെയ്യുന്നു, കുട്ടികളെ ശുശ്രൂഷിക്കുന്നു, വീട്ടിലെ മറ്റു കാര്യങ്ങൾ ഖുർആൻ പ്ലേ ചെയ്ത് ഒരു കുഴപ്പമില്ല. നമ്മൾ അതിനൊരു അനാദരവൊന്നും കാണിച്ചില്ല. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ ഖുർആൻ പ്ലേ ചെയ്യുന്നു. വളരെ മനോഹരമാണ്. ചെറിയ കുട്ടികളൊക്കെ കടന്നുറങ്ങുന്ന റൂമുകളാണെങ്കിൽ ചെറിയ ശബ്ദത്തിൽ അവർ ഉറങ്ങുന്ന റൂമാണ്, ചെറിയ ശബ്ദത്തിൽ അവർ ഖുർആൻ കേട്ടുകൊള്ളട്ടെ. വളരെ മനോഹരമായിരിക്കും. ഞാനത് കണ്ടത് വളരെ വർഷങ്ങൾ, 10 വർഷങ്ങൾക്കോളം മുമ്പ് ദുബൈയിലെ ഡൽഹിയിലെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുഞ്ഞ് ജനിച്ചു, സലീം എന്ന് പറഞ്ഞിട്ട്. കുറെ കാലം ഇപ്പൊ ഒന്നും കോണ്ടാക്ട് ഒന്നുമില്ല. ഡൽഹിക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബം മുസ്ലിമായി വന്ന ഒരു സ്ത്രീയാണ്. ഏതായാലും അവർക്കൊരു കുട്ടിയൊക്കെ ജനിച്ചു. ആ സന്തോഷമൊക്കെ പങ്കിടാൻ വേണ്ടി എന്ന് വിളിച്ചങ്ങനെ ചെന്നു. അപ്പോ ഈ കുഞ്ഞ് കടന്നുറങ്ങുന്ന റൂം കാണിച്ചു തന്നിട്ട് അവിടെ ചെറിയ MP3 ഖുർആൻ പാരായണം നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന്? ഒന്നുമില്ല, എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം, എന്നോട് എന്റെ കുഞ്ഞ് ഖുർആൻ കേട്ട് വളരണം, എന്റെ ഈ കുട്ടി ഇനി വലുതാകുമ്പോൾ ഖുർആനിനോടൊരു സ്നേഹം വരണം. അപ്പൊ ഞാൻ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഉറങ്ങുന്ന സമയത്താണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന ശബ്ദം അത് നമ്മുടെ മെമ്മറിയിലേക്ക് അറിയാതെ കയറുമെന്ന്. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു വിഷയങ്ങളൊക്കെ പഠിക്കുന്ന ആളാണ്. അൽഹംദുലില്ലാഹ്, ഒരു നല്ല കാര്യം. നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ നല്ല പേടി തോന്നാത്ത അവസ്ഥയിൽ നല്ല സന്തോഷകരമായ ഉറക്കമൊക്കെ, ഒരു വിശ്രമമൊക്കെ ലഭിക്കുന്നതോടൊപ്പം ബുദ്ധിയിലേക്ക്, മെമ്മറിയിലേക്ക് ഖുർആൻ അറിയാതെ കയറാൻ, ഖുർആൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. വീടുകളിൽ ബഹളം ഒച്ചപ്പാടൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട. അല്ലാത്ത നോർമൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആൻ പ്ലേ ചെയ്യട്ടെ. ഖറജത മിൻഹു ശയാതീൻ, പിശാചുകളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഓടും. നമുക്കായിട്ട് ഖുർആൻ എടുത്ത് ഓതാൻ കഴിയുന്ന ആളുകൾ എടുത്ത് ഓതും ചെയ്യാം. അൽഹംദുലില്ലാഹ്, അത് ഏറ്റവും ഭംഗി, കൂലിയുള്ളയും പ്രതിഫലമുള്ള വിഷയവും അതാണ്. ഇനി അതിന് സമയം കിട്ടുന്നില്ല. അങ്ങനെയെങ്കിലും ഖുർആനിന്റെ ശബ്ദം അവിടെ കേൾക്കട്ടെ. വീടിന്റെ ഉള്ളിൽ അവിടെ ബറക്കത്തുണ്ടാകും, ആ വീടിൽ വിശാലതയുണ്ടാകും. അല്ലാഹ് ആ വീടിന്റെ കസറ ഖൈറുഹു, ആ വീട്ടിലെ നന്മകൾ വർദ്ധിക്കും എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലേക്ക് ഇറക്കി തന്ന ഏറ്റവും വലിയ അല്ലാഹുവിന്റെ ഹബലും അല്ലാഹുവിന്റെ ഖൈറുമാണത്. അത് മുറുകെ പിടിക്കിൻ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു, ഇഖ്റഉൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓതേണമേ. വലാ തഗുറന്നകും ഹാദിഹിൽ മസാഹിഫുൽ മുഅല്ലഖ, നിങ്ങൾ ഖുർആൻ ഇങ്ങനെ ഷെൽഫിൽ എടുത്തു വെച്ചിട്ട് ഖുർആൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കല്ലേ. എന്ത് ചെയ്യണം? ഖുർആൻ ഓതണം കേട്ടോ. നമുക്കൊക്കെ ഏറ്റവും വലിയ ആശ്വാസം അതാ. ചിലർ കാറിന്റെ ഡാഷ്ബോർഡിൽ ഖുർആൻ വെക്കും, അല്ലേ? അല്ലെങ്കിൽ വീടിന്റെ ഷെൽഫുകളിൽ ഖുർആൻ ഉണ്ട്, എടുത്തു നോക്കിയിട്ടേ ഇല്ല, മറിച്ചു നോക്കിയിട്ടേ ഇല്ല, അത് എടുത്ത് ഓതാറുമില്ല. അതുകൊണ്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? അത് എടുത്ത് ഓതേണമേ, നിങ്ങൾ ഓതണം. ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതേണമേ. ഫഇന്നല്ലാഹ ലാ യുഅദ്ദിബു ഖൽബൻ ഹുവ വിആഉൻ ലിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ ആവരണമായി, കണ്ടെയ്നറായി മാറിയ ഒരു ഹൃദയത്തെ അല്ലാഹു ശിക്ഷിക്കുകയില്ലെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഖൽബിന്റെ ഉള്ളിൽ ഖുർആൻ ഉണ്ടെങ്കിൽ ആ ഖൽബിനെ അല്ലാഹു തീയിലിടൂല. അതിന്റെ അകത്ത് അല്ലാഹുവിന്റെ വചനമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഖുർആനിൽ കഴിയുന്നതൊക്കെ നമ്മൾ ഹിഫ്ളാക്കണം, മനഃപ്പാഠമാക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ഖൽബ് ഒരു വിജനമായ വീട് പോലെ ആയിപ്പോകും ഖൽബിൽ ഖുർആൻ ഇല്ലെങ്കിൽ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഖൽബിലേക്ക് എടുക്കണം, നിങ്ങൾ ഓതണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
യഖൂലുല്ലാഹു തബാറക വതആല, അല്ലാഹുവിന്റെ വചനം ഖുദ്സിയായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം തുർമിദി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ ശഗലഹു ഖിറാഅത്തുൽ ഖുർആനി അൻ ദുആഇ വമസ്അലതി അഅതൈതുഹു അഫ്ളല സവാബിശ് ശാകിരീൻ. ഖുർആൻ ഓതുകയാണ്, ദുആ ഇറക്കാൻ നേരമില്ല, അങ്ങനെ ഉണ്ടാവും. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ദുആ ഒന്നും ചെയ്യാൻ നേരമില്ല, ഖുർആൻ ഓതുകയാണ്. യഖൂലുല്ലാഹ്, അല്ലാഹു പറയുന്നുണ്ട്, മൻ ശഗലഹു ഖിറാഅത്തുൽ ഖുർആനി അൻ ദുആഇ വമസ്അലതി, എന്നോട് ദുആ ചെയ്യാനും എന്നോട് പ്രാർത്ഥിക്കുവാനും ചോദിക്കാനും അതിനൊന്നും സമയമില്ലാതെ ഖുർആൻ, ആ സമയത്തൊക്കെ ഖുർആൻ ഒരാൾ ഓതിയാൽ അഅതൈതുഹു അഫ്ളല സവാബിശ് ശാകിരീൻ. വേറെ റിവായത്തിൽ വന്നിട്ടുള്ളത് അഅതൈതുഹു അഫ്ളല മാ ഉഅതിസ് സായിലീൻ, ചോദിക്കുന്നവർക്ക് ഞാൻ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ഖുർആൻ ഓതുന്നവർക്ക് ഞാൻ നൽകുമെന്ന് അല്ലാഹു ജല്ല ജലാലു. എങ്ങനെ? നമ്മൾ ചോദിച്ചില്ല, പക്ഷെ അല്ലാഹുവിനോട് ഖുർആൻ ഓതാം. ചിലർ അങ്ങനെ ദിക്ർ ചൊല്ലും, അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട സമയം പോലും ദിക്ർ ഇങ്ങനെ ചൊല്ലും. മൻ ശഗലഹു ദിക്രി അൻ മസ്അലതി, അങ്ങനെയും ഹദീസിലുണ്ട്. ദിക്ർ ചൊല്ലിയാണ് അല്ലാഹുവിനോട് ദുആ ഇറക്കില്ല. നമ്മൾ ദുആ ഇറന്നാൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഈ ദുആ ഇറക്കാതെ ആ സമയവും ദിക്റിലും ഖുർആൻ ഓത്തിലും ചെലവഴിക്കുന്നവർക്ക് അല്ലാഹു അതിലും ഖൈർ നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നിനക്കാണ് റബ്ബേ സ്തുതി. അറിഞ്ഞാലും അറിയാതെയും, അർത്ഥമറിഞ്ഞും അർത്ഥമറിയാതെ ഓതിയാലും കൂലി തരുന്ന അല്ലാഹുവേ, അൽഹംദുലില്ലാഹ്, നിനക്കാണ് റബ്ബേ സ്തുതി. അള്ളാഹു അർത്ഥമറിയുന്നവർക്ക് മാത്രമേ കൂലി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? എല്ലാവർക്കും ഇപ്പൊ പഠിക്കാൻ പറ്റുമോ? എല്ലാവർക്കും അതിന്റെ സാഹചര്യം ഉണ്ടായിന്ന് വരുമോ? പക്ഷെ അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ ഓതാൻ പഠിക്കണം, ഖുർആൻ ഓതാൻ പഠിക്കണം. അങ്ങനെ ഓതുന്നവർക്ക് പോലും അല്ലാഹു ബികുല്ലി ഹർഫിൻ അശ്റു ഹസനാത്ത്, ഓരോ ഹർഫിനും 10 നന്മകളായി അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ദലു ഇബാദത്തി ഉമ്മത്തി തിലാവത്തുൽ ഖുർആൻ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല് അല്ലാഹുവിന്റെ ഈ വചനം ഓതലാണ്, അല്ലാഹുവിന്റെ കലാം ഓതിക്കൊണ്ടിരിക്കലാണ്. നിരന്തരമായ ഓത്ത്, വിശുദ്ധ ഖുർആനിന്റെ അവ്വലിൽ നിന്ന് ആഖിറിലേക്ക് ഓത്ത്. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഖാലിദ് ഇബ്നു ഉഖ്ബ എന്നവർ വന്നു നബി തങ്ങളുടെ മുമ്പിലേക്ക്. യഖറ അലയ്യൽ ഖുർആൻ, നബിയെ എനിക്ക് ഖുർആൻ ഓതി തരൂ. ശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബാ. സൂറത്തുൻ നഹ്ലിലെ ഈ ആയത്ത് ഇങ്ങനെ ഓതിയപ്പോ ഒന്നുകൂടെ ഓതി തരൂ നബിയെ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബാ. ഒന്നുകൂടെ ഓതി തരൂ നബിയെ. ഇത് കേട്ടുകൊണ്ട് ഖാലിദ് ഇബ്നു ഉഖ്ബ പറഞ്ഞത്, വല്ലാഹി ഇന്ന ലഹു ലഹലാവ, ഇതിന് എന്തോ ഒരു മധുരമുണ്ടല്ലോ. വഇന്ന അലൈഹി ലതലാവ, ഇതിനെന്തോ അതിസാധാരണമായ ഭംഗിയുണ്ടല്ലോ. വഇന്ന അസ്ഫലഹു ലമൂരിഖ് വഇന്ന അലാഹു ലമുസ്മിർ വമാ യഖൂലു ഹാദാ ബശർ, ഇത് ആഴത്തിൽ ആണ്ടുപൂണ്ട് കിടക്കുന്ന ഒരു വടാവൃക്ഷം പോലെ, ഒരുപാട് ഫലം കായ്ക്കുന്ന മരം പോലെ. മാ യഖൂലുഹു ബശർ, ഇതൊരു മനുഷ്യന് പറയാൻ കഴിയില്ല. മുശ്രിക്കായ ആളാ വരുന്നത്. നബിയെ, ഇത് മുഹമ്മദ് നബിയെ, അയാൾ മുസ്ലിമായില്ല ആ സമയത്ത്, പക്ഷെ പറഞ്ഞു ഇതൊരു മനുഷ്യന് പറയാൻ കഴിയില്ല. ഈ വചനം ഇത് മനുഷ്യന് പറയാൻ കഴിയില്ല. അത്രയും വലിയ അത്ഭുതമാണ്. വിശുദ്ധ ഖുർആനിന്റെ സ്ട്രക്ചർ മാത്രം എടുത്ത് പഠിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ ഖുർആനിന്റെ വചനങ്ങൾ വന്ന ആ രൂപങ്ങൾ, ഓരോ വാക്കുകളുടെയും ഘടന, ഈ വാക്കിന്റെ ശേഷം ഈ ഒരു പ്രിപ്പോസിഷൻ വരുന്നതും അതിന്റെ ശേഷം ഒന്നിലേറെ പ്ലൂറൽ രൂപങ്ങൾ ഉണ്ടായിരിക്കെ അത് മാറ്റിവെച്ച് ഈ രൂപം തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെയും ഖുർആൻ ഓതുന്ന സമയത്ത് കിട്ടുന്ന ഒഴുക്കും ഒക്കെ നോക്കി പഠിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളുണ്ട്. വലിയ അത്ഭുതമാണ്. ഇത്രയും വളരെ ബ്യൂട്ടിഫുള്ളി സ്ട്രക്ചേർഡ് അങ്ങനെയുള്ള ഒരു വചനം വിശുദ്ധ ഖുർആൻ അല്ലാതെ ലോകത്ത് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒന്നും കാണാൻ കഴിയില്ല. അത്രയും അത്ഭുതമുള്ള അള്ളാഹുവിന്റെ കലാം നമ്മുടെ കയ്യിലേക്ക് അള്ളാഹു തആല നൽകിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ശരിക്കും കൊണ്ടു നടന്ന് അത് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ പുണ്യം വാങ്ങാൻ തൗഫീഖ് തരട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ബാരിക് വ സല്ലിം അലൈഹി. ഓക്കെ നമ്മള്
ഞങ്ങളുടെ ഉസ്താദ് ബഹുമാനോട് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് അവറുകൾ വിശുദ്ധ ഖുർആനിന്റെ ഒരു വ്യാഖ്യാനവും പരിഭാഷയൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ഷാർജ ബുക്ക് ഫെയർ വരുമ്പോൾ അവിടെ ലഭ്യമായിരിക്കും. അപ്പൊ അതിന്റെ കോപ്പികൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ പേര് ഫോമിൽ കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അത് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് വളരെ പഠിക്കാൻ നമുക്ക് സാധാരണക്കാർക്കൊക്കെ വളരെ റാഹത്തോടുകൂടെ പഠിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ആഖ്യാന ശൈലിയിൽ നമ്മുടെ അഖീദയും നമ്മുടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ മുൻനിർത്തി ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഗുരുനാഥരാണ്. അവരെഴുതിയ ഗ്രന്ഥമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു അശദ്ദു ഉദ്നൻ ഇലാ ഖാരിഇൽ ഖുർആൻ മിൻ സാഹിബിൽ ഖൈനതി ഇലാ ഖൈനതിഹി. വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു തആല പരിപൂർണ്ണ ശ്രദ്ധയോടുകൂടെ നമ്മിലേക്ക് മുന്നിടും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഉൻസിലൽ ഖുർആനു عليهم ليعملوا به فاتخذوا دراسته عملا وإن أحدكم ليقرأ القرآن من فاتحته إلى خاتمته ما يسقط منه حرفا وقد أسقط العمل به. നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്. ഒരുപാട് മുൻഗാമികൾ ഓതുകയും ആ ഓതിയതനുസരിച്ച് കർമ്മവും ചെയ്തവരാണ്. നമ്മളത് ഒരു അക്ഷരം വിടാതെ ഓതുന്നുണ്ട്, പക്ഷേ അതിന്റെ ഒരു അമലും ചെയ്യാതെ പോവുകയാണ്. അത് ഏറ്റവും വലിയ ഗുരുതരമായ വിശുദ്ധ ഖുർആനോട് ചെയ്യുന്ന വീഴ്ചയാണെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. മാ ആമന ബിൽ ഖുർആനി മൻ ഇസ്തഹല്ല മഹാരിമഹ്. അല്ലാഹുവിന്റെ കലാമിൽ ഹറാമുകൾ ഹറാമാണെന്ന് മനസ്സിലാക്കുകയും അതിൽ ഹറാമുകൾ ഹറാമുകളാണെന്നും ഹലാലുകൾ ഹലാലുകളാണെന്നും ബോധിക്കുകയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നവർ വിശുദ്ധ ഖുർആൻ വിശ്വസിച്ചില്ല എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ. ഖുർആൻ ഓതുമ്പോൾ അങ്ങനെ കാണും. അലാ അറിയണം, ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ. അക്രമം ചെയ്യുന്നവർക്കാണ് ഏറ്റവും അല്ലാഹുവിന്റെ ശാപം. ഈ ഓതുന്നവൻ അക്രമിയായിരിക്കാം, സ്വന്തം ശരീരത്തിനെതിരെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയും വരും. ഫല്ലജഅൽ ലഅനത്തുല്ലാഹി ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. നുണ പറയുന്നവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഈ ഓതുന്നവൻ നുണ പറയുന്ന ആളാണെങ്കിൽ വിശുദ്ധ ഖുർആൻ അവനെ ശപിക്കുന്ന അവസ്ഥയും വരും. അതുകൊണ്ട് ഏറ്റവും ആവശ്യമായത് വിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാക്കിയെടുക്കലാണ്. അല്ലാഹു തആല നമ്മുടെ സ്വഭാവം വിശുദ്ധ ഖുർആനിന്റെ സ്വഭാവവുമാക്കി അല്ലാഹു മാറ്റി തരട്ടെ. കാന ഖുലുഖുൽ ഖുർആൻ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ആയിരുന്നുവല്ലോ നബി തങ്ങളുടെ സ്വഭാവം. അല്ലാഹു തആല നമ്മുടെ ഈ ഉമ്മത്തിന് നൽകിയ ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ അണമുറിയാത്ത, ഒരിക്കലും മുറിഞ്ഞു പോവാത്ത അല്ലാഹുവിന്റെ ഖൈറായ ഈ കിതാബ്, അല്ലാഹുവിന്റെ കിതാബ്, അല്ലാഹുവിന്റെ അസലിയായ കലാം, ആ കലാം ഇറക്കി തന്നതിനോളം റബ്ബിന് ശുക്ർ ചെയ്യാൻ മറ്റെന്തുണ്ട് വേറെ എന്ന ആശയമാണ് സൂറത്തുൽ കഹ്ഫിന്റെ 1-ാമത്തെ ആ സൂക്തം നമ്മെ പഠിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, നിനക്കാണ് റബ്ബേ സ്തുതി. അല്ലദീ അൻസല അലാ അബ്ദിഹി അൽ കിതാബ്. അല്ലാഹുവേ, നിന്റെ അബ്ദായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ അടിമയാണ്. ആ അടിമക്ക് അൽ കിതാബ്, നിന്റെ കിതാബ് ഇറക്കിയ അല്ലാഹുവേ, നിനക്കാണ് റബ്ബേ സ്തുതി. ആ കിതാബ് കൊണ്ടുവരാൻ, ആ കിതാബ് ഏറ്റെടുക്കാൻ കഴിവുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലായിരുന്നുവെങ്കിൽ നമ്മിലേക്ക് ഖുർആൻ എത്തിയില്ല. ചിലർക്ക് പറയും ഞാൻ ഖുർആൻ അംഗീകരിക്കും, ഹദീസ് അംഗീകരിക്കൂല എന്ന് പറയുന്ന ചില വിഭാഗക്കാരൊക്കെ നാട്ടിലൊക്കെ കാണാൻ പറ്റും. അത് ഏറ്റവും വലിയ പാരഡോക്സ് എന്ന് പറയുന്നത്, ഈ ഖുർആൻ കിട്ടിയത് എവിടെ നിന്നാണ്? ഖുർആൻ ആരാ കൊണ്ടുവന്ന് കൊടുത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് അംഗീകരിക്കാതെ എങ്ങനെ ഖുർആൻ അംഗീകരിക്കുക? വിശുദ്ധ ഹദീസിലൂടെയാണ് വിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടത് തന്നെ. അപ്പൊ ഖുർആനും ഹദീസും ഒരുപോലെയാണ്. അള്ളാഹുവിന്റെ വഹയാണ് ഖുർആൻ, അള്ളാഹുവിന്റെ വചനമാണ്, റബ്ബിന്റെ വാക്കുകളാണ്. ഹദീസ് അള്ളാഹു നൽകുന്ന ആശയമാണ്, വാക്കുകൾ നബി തങ്ങളുടേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് വ്യത്യാസം. രണ്ടും വഹയാണ്. ഒന്ന് വഹയും ആ വഹയിന്റെ ആശയവും അതിന്റെ കലിമത്തുകളും വചനങ്ങളും വാക്കുകളും അള്ളാഹുവിന്റേത് വിശുദ്ധ ഖുർആൻ. യുതഅബ്ബദു ബിതിലാവതിഹി, ഓതിയാൽ കൂലി കിട്ടുന്നത് അള്ളാഹുവിന്റെ കലാം, അതാണ് ഖുർആൻ. ഹദീസ് അള്ളാഹു നൽകുന്ന വഹയാണ്, റബ്ബ് നൽകുന്ന ദിവ്യബോധനമാണ്. പക്ഷെ വാക്കുകൾ ആരുടേത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. രണ്ടും വഹയാണ്. ആ രണ്ട് വഹയും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് അതിന്റെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുക. വലം യജ്അൽ ലഹു ഇവജാ, വിശുദ്ധ ഖുർആനിന് യാതൊരു വളവുമില്ലാതെ നേർമാർഗത്തിലായി അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഇറക്കി തന്നുവല്ലോ. ഖയ്യിമൻ, നീ നേരായ വഴിയിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻ, അല്ലാഹുവേ നിന്റെ ഏറ്റവും ശക്തമായ താക്കീത് നൽകാൻ,
നിന്റെ താക്കീതാണല്ലോ ഖുർആൻ. ആർക്കാണ് ഈ താക്കീത്? ദൈവനിഷേധികളായ ആളുകൾക്ക്, പടച്ചോനില്ല എന്ന് പറയുന്നവർ, ഇതൊക്കെ അങ്ങനെ ഉണ്ടായതാണല്ലോ എന്ന് വിശ്വസിക്കുന്നവർ, ഇതിനൊരു ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന് നിരീശ്വരത്വം പറയുന്ന ആളുകൾ. വയുബശ്ശിറൽ മുഅ്മിനീൻ, ഈമാനുള്ള ആളുകൾക്ക് ബുശ്റയായിട്ടും ആണ് വിശുദ്ധ ഖുർആൻ. ഈമാനുള്ളവർക്ക് സന്തോഷവാർത്ത. അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരായ മുഅ്മിനീങ്ങൾ, അന്ന ലഹും അജ്റൻ ഹസന, അവർക്ക് ഏറ്റവും നല്ല പ്രതിഫലമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളിൽ പിൽക്കാലത്ത് വന്നവരാണ് നമ്മൾ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിരുന്നു, സ്വഹാബികളെ, മൻ അശദ്ദു ഈമാന, ആരാണ് ഏറ്റവും ശക്തമായ ഈമാനുള്ളവര്? അവർ പറഞ്ഞു, ഈമാനുൽ മലായിക, മലക്കുകളുടെ ഈമാനാ നബിയെ. തങ്ങൾ ചോദിച്ചു, എന്താണ് അത്ഭുതം? മലക്കുകളുടെ ഈമാനിന് ഖനം കൂടുന്നതിൽ അത്ഭുതമുണ്ടോ? അവർ അല്ലാഹുവിന്റെ കൂടെയല്ലേ? അവർ അല്ലാഹുവിന്റെ സമീപത്തല്ലേ? പറഞ്ഞു, ഈമാനുൽ അംബിയാ, അംബിയാഇന്റെ ഈമാൻ. നബിയെ, അങ്ങേ പോലെയുള്ള അല്ലാഹുവിന്റെ പ്രവാചകന്മാർ, അവരുടെ ഈമാനാണ് ഏറ്റവും കരുത്തുള്ള ഈമാൻ. എന്തത്ഭുതം! ഞങ്ങൾക്ക് വഹി വരുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അല്ലാഹു നേരിട്ട് വിവരം നൽകുന്നുണ്ടല്ലോ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ. ഞങ്ങൾക്കിടെ ഈമാൻ വർദ്ധിക്കുന്നതിന് എന്തത്ഭുതം! അപ്പൊ പറഞ്ഞു, ഈമാനുനാ, ഞങ്ങളുടെ ഈമാനാണ് നബിയെ. തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ ഈമാൻ കൂടുന്നതിന് എന്തത്ഭുതം? നിങ്ങൾ വഅന ബൈന ളുഹ്റാനൈക്കും, നിങ്ങളുടെ ഇടയിലല്ലേ ഞാൻ ജീവിക്കുന്നത്, എനിക്കല്ലേ ഖുർആൻ അവതരിക്കുന്നത്, എന്റെ മുഅ്ജിസത്തുകൾ നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ കാണുമ്പോ ഈമാൻ വർദ്ധിക്കുന്നതിൽ അത്ഭുതമുണ്ടോ? അവർ ചോദിച്ചു, പിന്നെ ആരാണ് നബിയെ? പറഞ്ഞു, ഖൗമുൻ യഅ്തൂന മിൻ ബഅദികും, നിങ്ങൾക്ക് ശേഷം വരുന്ന ചില ആളുകൾ, നിങ്ങളുടെ ശേഷം പിൻകാലത്ത് മുഅ്മിനീങ്ങളായി വരുന്ന ആളുകളുണ്ട്. യുഅ്മിനൂന ബി വലം യറൗനി, അവർ എന്നെ കാണാതെ എന്നിൽ വിശ്വസിക്കുന്നവരാണ്. വയഅതീഹിമുൽ ഖുർആനു ബൈന സഫഹതൈൻ, വിശുദ്ധ ഖുർആൻ രണ്ട് ചട്ടകൾക്കിടയിലാണ് അവർക്ക് ലഭിക്കുന്നത്, ഗ്രന്ഥമായിട്ടാണ് കിട്ടുക. അങ്ങനെ ആ കലാമിൽ വിശ്വസിക്കുന്നവർ വരുന്നുണ്ട്. യുഅ്മിനൂന ബി, എന്നിൽ വിശ്വസിക്കുകയും ഈ ഖുർആൻ വിശ്വസിക്കുകയും ചെയ്യുന്നവര് ഖുർആനിന്റെ അവതരണത്തിന് അവർ സാക്ഷികളായിട്ടില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകൾക്ക് അവർ സാക്ഷികളായിട്ടില്ല. എന്നിട്ട് വിശ്വസിക്കുന്നവര്, ആ മുഅ്മിനീങ്ങളുടെ ഈമാനാണ് ഏറ്റവും കരുത്തുള്ള ഈമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയുബശ്ശിറൽ മുഅ്മിനീൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ അതാണ്, കാണാത്തതാണ് നമ്മൾ ഈമാനാവും. കണ്ടതിനെ പറ്റി ഈമാൻ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയില്ലല്ലോ, കണ്ടതിനെ കുറിച്ച് പറയില്ലല്ലോ. ഇസ്ലാമിക് സെന്ററിൽ ഇപ്പോ ഫ്രണ്ടിൽ നമ്മുടെ സുഹൃത്ത് നൗഷാദ് ഇരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല പറയാം, ഞാൻ കാണില്ല, ഇത് കണ്ണുകൊണ്ട് കാണാണ്. ഉസ്മാൻ വെല്ലിപ്പാട് ഇരിക്കുന്നു, അല്ലെങ്കിൽ ബഷീർ മാഷ് എടാട്ട് ഇരിക്കുന്നു, നമ്മൾ കാണാണത്. എന്തല്ല, അതിൽ ഈമാൻ എന്ന് പറയില്ല. കാഴ്ച എന്തല്ല, നമ്മൾ ഈമാനിൽ പറയും. ഈമാൻ നമ്മുടെ കാഴ്ചക്കും ഹവാസുകൾക്കും നമ്മുടെ സെൻസുകൾക്കും അപ്പുറമുള്ള സംഗതിയാണ് വിശ്വസിക്കുന്നത്. അല്ലാഹു തആല ഈ ഒരു വലിയ റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. ആ റിസ്കിന് അല്ലാഹു തരുന്ന കൂലിയാണ് ജന്ന, സ്വർഗം. അതാണ്, അത് ഭയങ്കരമാണ്. അതിന് അല്ലാഹു തരുന്ന കൂലിയാണത്. കാരണം കള്ളുകുടിക്കണില്ല, എന്റെ സ്വർഗത്തിൽ എനിക്ക് അവിടെ കിട്ടിയാൽ മതി. വിഭജിക്കുന്നില്ല, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗലോകത്ത് ആസ്വാദനം മതി. ഞാൻ ഹറാമ് ചെയ്യൂല, എന്റെ റബ്ബ് എനിക്ക് സ്വർഗം പ്രതിഫലം തരാൻ പോകുന്നുണ്ട്. ആ ഒരു വലിയ റിസ്കിന് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ് അല്ലാഹുവിന്റെ അജ്റുകളും പ്രതിഫലങ്ങളും ഒക്കെ. ഇത് ഭയങ്കര റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം കണ്ടതുപോലെ അവർ വിശ്വസിക്കാം. അല്ലാഹുവിനുള്ള വിശ്വാസം, ഈമാൻ അങ്ങനെയാണ്. മലക്കുകളിലെ ഈമാൻ എവിടെ നിന്നൊക്കെ ബോധ്യപ്പെട്ടു? ഇതൊക്കെ ആശയം ഖുർആനിലൂടെയാണ്. എങ്ങനെ അല്ലാഹുവിനെ ബോധ്യപ്പെട്ടു? ഖുർആനിലൂടെ. ഖുർആൻ എങ്ങനെ ബോധ്യപ്പെട്ടു? അൺചാലഞ്ചബിൾ, ഒരാൾക്കും ചാലഞ്ച് ചെയ്യാൻ പറ്റാത്ത അല്ലാഹുവിന്റെ ഗ്രന്ഥമാണിത്. ഒരാൾക്കും അത് ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ ചാലഞ്ച് ഏറ്റെടുക്കാനും പറ്റുന്നില്ല. ഈ ഖുർആൻ ഇങ്ങനെയല്ല എന്ന് തെളിയിക്കാനും പറ്റില്ല. ഇതിൽ എന്തെങ്കിലും അഡീഷൻസ് ആൻഡ് ഡിലീഷൻസ് നടന്നു എന്ന് പറയാനും കഴിയില്ല, സമർത്ഥിക്കാനും കഴിയില്ല. വിശുദ്ധ ഖുർആൻ ആശയഭംഗിയോട് പൊരുത്തപ്പെടുന്ന ഒരു ഗ്രന്ഥമോ ഒരു വാക്കോ ഒരു പാസേജ് പോലും ഒരു മനുഷ്യനും ഇതുവരെ കൊണ്ടുവരാനും കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് അല്ലാഹുവിന്റെ വചനങ്ങളിൽ കാണുന്ന വലിയ പ്രൊഫസീസ് എല്ലാം പുലർന്നിരിക്കെ
വിശുദ്ധ ഖുർആനെ ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റാത്ത വിധം അള്ളാഹുവിന്റെ വചനമാണെന്ന് ഉറച്ചു വിശ്വസിക്കാനുള്ള എല്ലാ കാരണങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആനിലൂടെയാണ് നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയത്, നിബിധങ്ങളിലൂടെയാണ് ഖുർആനെ മനസ്സിലാക്കിയത്, വിശുദ്ധ ഖുർആനിലൂടെയാണ് നമ്മൾ പിന്നെ വലിയ ലോകം ഒന്നാകെ മനസ്സിലാക്കുന്നത്. ഇതിന്റെയൊക്കെ മുഴുവൻ ആകത്ത് നമ്മളുടെ ഈമാനാണ്, നമ്മുടെ അഖീദയാണ്, അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസമാണ്. ഈ അഖീദക്കും വിശ്വാസത്തിനും വയുബശ്ശിറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന സന്തോഷ വാർത്തകളുണ്ട്. ആ സന്തോഷ വാർത്ത അജ്റൻ ഹസന, ഏറ്റവും നല്ല പ്രതിഫലം ഞാൻ അവർക്ക് കൊടുക്കും എന്ന അള്ളാഹുവിന്റെ വചനം. ഇൻഷാ അല്ലാഹ് ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അള്ളാഹു തആല അവന്റെ വാക്ക് പാലിക്കാത്തവനല്ല, അവൻ പാലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് സ്വർഗം ലഭിക്കുമെന്ന് ആശ്വസിക്കാം. സ്വർഗം ലഭിക്കുന്നത് ഈമാനിനോ സൽക്കർമ്മത്തിനോ പകരമല്ല, നമ്മൾ അള്ളാഹുവിനോട് കാശ് കൊടുത്ത് വാങ്ങിക്കല്ല. പക്ഷെ അള്ളാഹു ഇങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരും. ആ വാക്ക് അള്ളാഹു പാലിക്കുന്നവനാണ്. അള്ളാഹു നമുക്കത് തരട്ടെ. അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്തെത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമുക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ കൂടെ മരിച്ചുപോയവർ, നമ്മുടെ സദസ്സിൽ വരാറുള്ളവർ, ഇപ്പൊ വരാൻ പറ്റാത്തവർ, നാട്ടിൽ പോയവർ, എല്ലാവർക്കും അള്ളാഹുവേ നിന്റെ ജന്നത്തുൽ ഫിർദൗസും ജന്നത്തു അദനും നിന്റെ ലിഖാഇനുള്ള സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലും അള്ളാഹുവേ അങ്ങോട്ടൊക്കെ കയറിയെത്താനുള്ള തൗഫീഖ് ഞങ്ങളെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. ഈ ഒരുമിച്ച് ചേരലും ഈ കൂടിയിരിക്കലും അതിനൊരു നിമിത്തമാക്കി തരണം പടച്ചവനെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ സമയമായി 1.5 മണിക്കൂർ ആണ് നമ്മൾ എത്തിയ സമയം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്, കുറച്ച് ആൾക്കാരൊക്കെ നേരം വൈകി വന്നുകൊണ്ട് പറയണം, നമുക്ക് 8:30 ഏകദേശം തുടങ്ങാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അതിലേക്കൊന്ന് പരിശ്രമിക്കണം. ചിലർക്കൊക്കെ ജോലി വൈകി കഴിയുന്നത് കൊണ്ടുള്ള പ്രയാസം ഉണ്ടായിരിക്കും. സാരല്ല, നിങ്ങൾക്ക് അതൊരു നഷ്ടമായിട്ടൊന്നും വരില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് എത്തിയിട്ട് നമുക്കൊരു 8:30 ക്ലാസ് തുടങ്ങണം. ഇനി കുറച്ചും കൂടെ സമയം ഇങ്ങോട്ട്, ഇഷാ കുറച്ച് നേരത്തെ ആയില്ല, 8:30 തുടങ്ങിക്കൂടെ? ഇൻഷാ അല്ലാഹ്. അപ്പം എന്ത് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ 8:30 ആണെങ്കിൽ നമ്മൾക്ക് 9:30-10 മണിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റും. ഇപ്പം നമ്മൾ 10:15 ക്ലാസ് അവസാനിക്കുന്നത്. കുറെ ആളുകൾ ദുആ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. മൊത്തത്തിൽ ഉള്ള എല്ലാ ആളുകളുടെയും അപേക്ഷകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുമിച്ച് ദുആ വേണ്ടി പോവാണ്. അല്ലാഹു തആല നമ്മുടെ കൂട്ടുകാരുടെ ഒക്കെ എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഓക്കെ, നമ്മുടെ ഷഹാമയിൽ നിന്ന് അബുദാബി മദ്രസയിലേക്ക് കുട്ടികളെ അയക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കൾ, ഒരു നമ്പറുണ്ട്, നമ്മുടെ മുഹമ്മദ് ഹുദവിയുടെ നമ്പറാണത്. ആ നമ്പർ ഷഹാമക്കാരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ട്. എന്നാ ഒരു നമ്പർ എഴുതിയെടുത്തോളൂ. നമ്മളെ ഇവിടുത്തെ റേഡിയോയിലേ ഇങ്ങനെ നമ്പർ വായിക്കണ കാണാം. ഇന്നാലിന്ന പ്രോഗ്രാം, ആരാണതൊക്കെ കേൾക്കണത്, ആരാത് നമ്പർ എഴുതിയെടുക്കണത്, സമയം കൊടുക്കൊന്നുമില്ലല്ലോ, അവരങ്ങനെ വായിച്ചു പോവല്ലേ. അപ്പൊ നമ്പർ വായിക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്തോളൂ എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും വൈകിപ്പിക്കുന്നത്. 055-8047-677. അപ്പൊ ആ നമ്പറിൽ വിളിച്ചാൽ കുട്ടിയുടെ മദ്രസയുടെ വിഷയം ഷഹാമിനെ കൊണ്ട് എത്തിയെത്താനുള്ള ട്രാൻസ്പോർട്ടേഷനിലെ പ്രവാചകന്മാർ എന്ന വിഷയത്തിൽ അബ്ദുൽ ബാരി ഹുദവി ഉസ്താദിന്റെ പ്രഭാഷണം ഇവിടെ എല്ലാ വെള്ളിയാഴ്ച ഉണ്ടോ? എല്ലാ മാസവും 2ാമത്തെ വെള്ളിയാഴ്ച നാളെ സ്റ്റാർട്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. അടുത്ത വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യും. 8:30 ഇവിടെ അബ്ദുൽ ബാരി ഹുദവി ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ആ പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പിന്നെ നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നമ്മളിവിടെ സ്വലാത്ത് മജ്ലിസ് നടക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്നലെ അവർ നടക്കാൻ ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു അത് നീക്കി തരട്ടെ. കാരണം എന്തുകൊണ്ടും ഏറ്റവും ബറക്കത്തുള്ള ഒരു വലിയ 30 വർഷത്തോളമായി ഇവിടെ നടക്കുന്ന മഹാന്മാരായ ഉസ്താദുമാരൊക്കെ സംബന്ധിക്കാറുള്ള ആ ഒരു വലിയ സ്വലാത്തിന്റെ മജ്ലിസിൽ അതിന്റെ പെർമിഷനും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലാണ് അതിന് തടസ്സം നേരിട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന്റെ പെർമിഷനൊക്കെ കിട്ടി ശരിയാവാനും അതിനുള്ള മറ്റു തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടാനും വേണ്ടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം. അല്ലാഹു തആല അതിന് നല്ല തക്കതായ ഒരു പരിഹാരം അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ എല്ലാറ്റിലും അല്ലാഹുവിന്റെ ചില ഖൈറുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അസ്ഹാബുകളും പരിശുദ്ധമായ മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പോയിട്ട് ഹുദൈബിയയിൽ തിരിച്ചു പോരാൻ, ഉംറ ചെയ്യാൻ പറ്റാതെ 400 കിലോമീറ്റർ നടന്നു പോയിട്ട് തിരിച്ചു പോരാൻ. അള്ളാഹുവിന് വേണ്ടി പോവല്ലേ, അള്ളാഹിന്റെ റസൂലല്ലേ കൂടുള്ളത്, അസ്ഹാബല്ലേ കൂടുള്ളത്.
എന്താ അള്ളാഹു തആലക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തുകൂടായിരുന്നോ? അങ്ങനെയൊന്നും അള്ളാഹുവിന്റെ ഹബീബ് ചിന്തിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യങ്ങൾ അതിൻ്റെതായ വഴിക്ക് പോകും. മുഅ്മിനിന്റെ വഴിക്ക് നിലപാടുകളെടുത്ത് കടന്നു പോകണം. അപ്പോൾ ഇൻഷാ അള്ളാഹ് ആ തടസ്സങ്ങളൊക്കെ നീങ്ങി നമുക്ക് ഇവിടെ തന്നെ ഹാളിൽ തന്നെ സംഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളായി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ സെന്ററിനും അതൊരു ബറക്കത്താണ്, ഒരു ഖൈറാണ്. ഇൻഷാ അള്ളാഹ് അള്ളാഹു അത് ഖൈറിലാക്കി തരട്ടെ. 8/10/2015 വ്യാഴാഴ്ച ഇശാ നിസ്കാരത്തിന് ശേഷം തൃശ്ശൂർ ജില്ലാ SKSFന്റെ ഇശാ നിസ്കാരത്തിന് ശേഷം സെന്ററിൽ ഇവിടെ ഉണ്ടാകും. നാളെ ഇശാ നിസ്കാരത്തിന് ശേഷം ബുർദ മജ്ലിസ് നടക്കുന്നുണ്ട് നമ്മുടെ മിനി ഹാളിൽ. അതിലേക്കും എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ക്കാൻ വേണ്ടിയുള്ള ഒരുപാട് അപേക്ഷകളുണ്ട്. ഒരുപാട് അസുഖവും ബുദ്ധിമുട്ടും ജോലി സംബന്ധമായ മാതാപിതാക്കളുടെ മരിച്ചുപോയുടെ വിഷയത്തിലും ഒക്കെയായി 3 ആഴ്ചയിലധികമായി മംഗലാപുരത്ത് ഐസിയുവിൽ കഴിയുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയൊക്കെ ഇവിടെ ദ്വാരക്കുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. പൂർവോപരി നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന ബൈലക്സ് ഓൺലൈൻ ക്ലാസ് റൂമിൽ നമ്മുടെ ശ്രോതാക്കളുണ്ട്. ഒരുപാട് മുഅ്മിനാത്തുകളും ആ വിഷയത്തിൽ നമ്മളുമായി ഈ സമയത്ത് ഒരുമിച്ച് ക്ലാസ് കേൾക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമ്മുടെ ഈ മജ്ലിസിന്റെ പുണ്യം ഇവിടെ ചോദിക്കുന്ന എല്ലാ ഖൈറും അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിഞ്ഞാലിലെ നൗഷാദ് എന്നൊരു സഹോദരൻ പനി വന്ന് കയ്യും കാലൊക്കെ തളർന്ന് ഒരു തെറാപ്പി ചെയ്യാണ് കോഴിക്കോട് വെച്ചിട്ട്. അല്ലാഹു ആ സഹോദരന് ശിഫ നൽകട്ടെ. അസ്അലുല്ലാഹുൽ അലീം റബ്ബൽ അർശിൽ അലീം യശ്ഫിയ. അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തുണ്ട് റിയാസ്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി അല്ലാഹു സഹോദരിയുടെ പ്രയാസങ്ങളൊക്കെ നീക്കി അവർക്ക് അല്ലാഹു സുഖപ്രസവം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഇസ്ലാമിക് സെന്ററിന്റെ ആരംഭിച്ചോ? ഉംറ പോകാനായപ്പോൾ സ്കൂളിലെ 10ാം ക്ലാസ് ഓക്കെ തുല്യതാ പരീക്ഷ, 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ, മദർസന്റെ 10ാം ക്ലാസ് ഓക്കെ. അപ്പോ അതിനുള്ള സംവിധാനം ഉണ്ട് ഇവിടെ. 10ാം ക്ലാസ് പാസ്സാകത്തോലൊക്കെ ഇവിടെ ഉണ്ടാവോ? 4ാം ക്ലാസ് മുസ്ലിം കഴിഞ്ഞ് പോകുന്നവരൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു പ്രൊഫഷണലുകളുടെ സദസ്സിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു മാനക്കേടല്ലേ 10ാം ക്ലാസ് പാസ്സാകത്തോലൊക്കെ. ഏതായിരുന്നാലും 10ാം ക്ലാസ് എഴുതാൻ കഴിയാതെ പോകുന്ന അന്ന് നാട്ടിൽ കുർത്തക്കട വെച്ച് നടന്നിട്ടേ പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ തുല്യതാ പരീക്ഷ നമ്മുടെ സെന്ററിൽ വെച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്, സ്പോക്കൺ അറബിക്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ക്ലാസ്. പിന്നെ ഇവിടെ ഉസ്താദ് ഇപ്പം നടന്നങ്ങനെ പോയില്ലേ, ഒരു വട്ടൊക്കെ വെച്ചിട്ട് താഴേക്കുള്ള നമ്മുടെ പള്ളിയിലെ പുതിയ മുഅദ്ദിനായി വന്ന ഡൽഹിക്കാരൻ ഉസ്താദാണ്. അവരുടെ കീഴിൽ തജ്വീദിന്റെ ക്ലാസ്സൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ വഴി നടത്താനുള്ള തീരുമാനമൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുകയാണ്. ഇസ്ലാമിക് സെന്ററിന്റെ ഉംറ അബുദാബി ഇസ്ലാമിക് സെന്ററിന്റെ കീഴിൽ പരിചയസമ്പന്നരമായ അമീർമാർ നയിക്കുന്ന ഉംറ നവംബർ 25, അതുപോലെ ഡിസംബർ 16, ഡിസംബർ 17 ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് പോകുന്നുണ്ട്. അത് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ശരിയാക്കുക. രജിസ്ട്രേഷൻ നമ്മുടെ സെന്ററിലാണ് നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفرنا بها جميع الخطيئات وترفعنا عندك على الدرجات. റഹ്മാനായ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരുടെയും ഖൽബിലേക്ക് നോക്കുന്ന പടച്ചവനെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുന്ന റബ്ബേ, ഞങ്ങളുടെ വാക്കുകളിലേക്ക് നോക്കുന്ന പടച്ചവനെ, ഞങ്ങളുടെ അഅ്മാലുകൾ നോക്കുന്ന റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ ഖൽബിൽ, ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ അമലുകളിൽ വന്ന എല്ലാ അപര്യാപ്തതകളും എല്ലാം നീ ഞങ്ങൾക്ക് പരിഹരിച്ചു തന്നത് ഞങ്ങളോട് പൊറുക്കണം തമ്പുരാനെ. അള്ളാഹുവിനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അള്ളാഹുവെ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, സഹോദരന്മാർക്ക്, സ്നേഹിതന്മാർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ ഓരോരുത്തരുടെയും ബന്ധുക്കൾ, ഞങ്ങളുമായി ബന്ധമുള്ള ഞങ്ങൾ ഓരോരുത്തരുടെയും പരിചയക്കാർ, മരിച്ചുപോയവർ, ജീവിച്ചിരിക്കുന്നവർ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഈ സെന്റർ ഇതിന് സ്ഥാപിച്ചവർ, ഇതിനു വേണ്ടി അധ്വാനിച്ചതിന്റെ മുൻഗാമികളും ഇപ്പോഴുള്ള ആളുകളും, അള്ളാഹുവെ, ആരെല്ലാം ഒരു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി അള്ളാഹു അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അള്ളാഹുവേ, 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 ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ, ഞങ്ങളുടെ സഹോദര സഹോദരിമാർ, അള്ളാഹു ഞങ്ങൾ ഓരോരുത്തരെയും റബ്ബേ നീ ഇഷ്ടപ്പെട്ടവരിലേക്ക് ചേർക്കണേ. അള്ളാഹു നിന്റെ കരുണയുടെ നോട്ടം ലഭിക്കുന്നവരിൽ ചേർക്കണേ റഹ്മാനെ.
നിന്റെ സംരക്ഷണം മുഴുവൻ സമയവും നീ നൽകുന്നവർ കൊടുത്തനെ റഹ്മാനെ. നീ കാര്യങ്ങൾ ഏറ്റെടുത്തവരിൽ ഞങ്ങളെ കൊടുത്തനെ